പുതുമഴ പെയ്യുമ്പോൾ വരൾച്ചയുടെ കാലം മനുഷ്യൻ മറക്കും. പണം കയ്യിൽ വരുമ്പോൾ കഷ്ടതയുടെയും ഞെരുക്കത്തിൻ്റെയും കാലം മനുഷ്യൻ മറക്കും. മനുഷ്യൻ പൊതുവെ മറവിയുള്ളവനാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം അനുഭവിച്ച കോവിഡ് എന്ന മഹാവ്യാധിയുടെ ദുരന്ത പശ്ചാത്തലത്തിൽ സാമൂഹിക അകലവും അതിൻ്റെ പരിധിയും പരിമിതിയും ഒക്കെ അനുഭവിച്ച് സഹോദര സ്നേഹത്തിൽ ഒന്നിച്ചിരുന്ന് ദൈവവചനം കേൾക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം നമ്മെ പിന്നിട്ടു. എന്നാൽ കൃപയാൽ അതിനെ അവഗണിച്ചോ പരിഗണിച്ചോ അനേകർ ദൈവത്തിന് സ്തോത്രം കൃപയിൽ നിലകൊണ്ടെങ്കിൽ തന്നെയും ഒരു കൺവെൻഷൻ ഘട്ടം കൂടെ ഒന്നിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇന്നലകളിൽ ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്ത് ആ ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദം ഉയർത്തി കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചാട്ടെ. എല്ലാം നാവിൽ നിന്നും സ്തോത്രത്തിൻ്റെ ഈ സ്തുതിയുടെ ഈ ശബ്ദം ദൈവസിംഹാസനത്തിലേക്ക് ഉയരണം. കഴിഞ്ഞ കോവിഡ് കാലം എത്രയോ പ്രിയപ്പെട്ടവർ ഈ മണ്ണിലേക്ക് മടക്കയാത്ര നടത്തി. അതിൻ്റെ ബലഹീനതകൾ ബാധിക്കാഞ്ഞത് കൊണ്ടല്ല, ശരീരത്തിൽ കോവിഡിൻ്റെ സാന്നിധ്യം വെളിപ്പെടാഞ്ഞത് കൊണ്ടല്ല, ഓക്സിജൻ ലെവൽ കുറയാഞ്ഞത് കൊണ്ടല്ല, ഹൃദയ ധമനികൾക്ക് ബലമുണ്ടായിരുന്നത് കൊണ്ടല്ല, ശരീരത്തിൽ രക്തത്തിന് പ്രതിരോധശേഷി ഉണ്ടായിരുന്നത് കൊണ്ടല്ല, പിന്നെ ജീവനുള്ളവരുടെ ദേശത്ത് ദൈവം നമുക്ക് അനുവദിച്ച നാളുകൾ തീരാതിരുന്നത് കൊണ്ട്. വിശ്വസിക്കുന്ന എത്ര പേരിവിടെയുണ്ട്? ഞാൻ ചോദിക്കട്ടെ, 335 ഗ്രാം തൂക്കമുള്ള മുഷ്ടിയുടെ വലിപ്പമുള്ള ഹാർട്ട് എന്ന ഒരു കൊച്ചു പമ്പ് ഇടനെഞ്ചിലിരുന്ന് ഇടവിടാതെ മിടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരുന്ന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം 1 മിനിറ്റിൽ 72 തവണ. ഒരിടിപ്പിൽ 2.5 ഔൺസ് രക്തം ഓടിയൊഴുകുന്ന ഞരമ്പുകളെ മുഴുവൻ അങ്ങ് വലിച്ചു നീട്ടിവെച്ചാൽ ഈ ഭൂമിയെ 2 ആവർത്തി ചുറ്റാൻ ദൈർഘ്യമുള്ള നേർവുകളിലൂടെ പമ്പിങ് നടക്കുന്ന ഈ നോൺ സ്റ്റോപ്പ് പമ്പ് എത്ര നാളായി ഇടനെഞ്ചിൽ ചലനം തുടങ്ങിയിട്ട്? അമ്മയുടെ ഗർഭപാത്രത്തിൽ 160 140 എന്ന നിലയിൽ ചലിച്ചു തുടങ്ങി. ഇപ്പോൾ 72 എന്ന ഏതാണ്ട് നിലയിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ രാത്രിയിൽ നമ്മൾ ഗാഠമായി ഉറങ്ങിയപ്പോഴും നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി നമ്മുടെ ഇടനെഞ്ചിൽ പണി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. 70 വയസ്സ് പൂർണ്ണതയുള്ള ഒരച്ചായൻ ഇതിനകത്തുണ്ടെങ്കിൽ മൊബൈലിൽ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കൂ, കുറഞ്ഞത് 250 കോടി വട്ടം ഇവൻ ഇടിച്ചു കഴിഞ്ഞു. എന്നാൽ ആരും കാര്യമായ പണിയൊന്നും അതിന് നടത്തിയിട്ടില്ല. കിണറ്റിൻകരയിലിരിക്കുന്ന ഒരു പമ്പാണെങ്കിൽ ഇത്രയും നാൾ ചലിക്കുമോ? ഇല്ല. കഴിഞ്ഞ രാത്രി നമ്മൾ ഉറങ്ങിയപ്പോഴും നമ്മുടെ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഈ ഇടനെഞ്ചിൽ പണി നടത്തിയ ഈ സംവിധാനം കഴിഞ്ഞ കോവിഡ് കാലത്ത് ചലനം അവസാനിപ്പിച്ച് പണിമുടക്കി അനേകരെ മണ്ണിലേക്ക് ജീവന്റെ തുടിപ്പ് കഴിഞ്ഞ് പോയപ്പോൾ ആരോഗ്യത്തോടെ ഇന്ന് രാത്രി വചനത്തിന്റെ മുൻപിലിരിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് പ്രതിരോധശേഷിയുടെ കൂടുതൽ കൊണ്ടല്ല, എൻ്റെ ആയുസിന്റെ ദിനങ്ങൾ തീരാഞ്ഞത് കൊണ്ട്. എൻ്റെ ദൈവം എനിക്കൊരു കരുണയുടെ കാലം കൂടെ അനുവദിച്ചു എന്ന് ബോധ്യമുള്ള സകല പ്രിയപ്പെട്ടവരും ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഇടത്തിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കാതെ വലത്തിരിക്കുന്ന ആളിനെ ശ്രദ്ധിക്കാതെ നടത്തിയ വിധങ്ങൾ ഓർത്ത് ശബ്ദം ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന രാത്രിയായി രാത്രി തീരട്ടെ. എല്ലാ അധരങ്ങളും ചലിക്കട്ടെ കർത്തൃസന്നിധിയിൽ, എല്ലാ നാവുകളും കത്തട്ടെ കർത്തൃസന്നിധിയിൽ. വീശിയടിക്കുന്നൊരു കാറ്റുപോലെ, പെയ്തിറങ്ങുന്നൊരു മഴ പോലെ അഭിഷേകത്തിന്റെ തൈല നദി വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കുന്ന രാത്രിയാകണം. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ അഗ്നിസ്പർശനം ഇന്ന് രാത്രി നടന്നാൽ ഒരു സ്ഫോടകാത്മകമായ വിടുതൽ നമുക്കായി പ്രതിഫലിക്കും എന്ന ബോധ്യത്തോടെ എൻ്റെ ദൈവം അനുവദിച്ച കരുണയുടെ കാലങ്ങളെ തിരിച്ചറിയുന്ന ദൈവമക്കൾ ശബ്ദം ഉയർത്തി കർത്താവിന് മഹത്വം അർപ്പിച്ചുകൊണ്ട് പറയണം, ഇതെനിക്ക് ദൈവം അനുവദിച്ച മാനസാന്തരത്തിനുള്ള കരുണയുടെ ദിവസങ്ങളാണ്. വിശുദ്ധ തിരുവെഴുത്തിലേക്ക് നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ശബ്ദം ഉയർത്തി വായിച്ച് സഹായിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥനാപൂർവം വേദപുസ്തകം തുറക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അല്ല, ശീലോഹുമിലെ
ഗോപുരം വീണു മരിച്ചുപോയ അല്ല, ശീലോവിലെ ഗോപുരം വീണ് മരിച്ചുപോയ ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന ആ 18 പേർ യെരൂശലേമിൽ പാർക്കുന്ന സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നു. സകല മനുഷ്യരിലും കുറ്റക്കാരായിരുന്നു എന്ന് തോന്നുന്നുവോ? അല്ലല്ല, മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും. നിങ്ങളെല്ലാവരും അങ്ങനെ തന്നെ നശിച്ചു പോകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അയച്ചാട്ടെ. അവൻ ഈ ഉപമയും പറഞ്ഞത്, ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നവരും അത്തിവൃക്ഷമുണ്ടായിരുന്നു. ഒരുത്തന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട് ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക, അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞു. മതി. ഒരു നിമിഷം കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയുമോ? എന്റെ പിൻപിലിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാരും എന്റെ മുൻപിലിരിക്കുന്ന വീണ്ടെടുപ്പ് പ്രാപിച്ച ഒരു പറ്റം ദൈവമക്കളും ഒരുപോലെ ചില മിനിറ്റുകൾ ഈ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. എനിക്കറിയാം, വളരെ ആത്മഭാരമുള്ള ഒരു പറ്റം സഹോദരങ്ങളും കർത്തൃദാസന്മാരുമാണ്. ദൈവത്തിന് സ്തോത്രം, ഈ രാത്രി എൻ്റെ മുൻപിലിരിക്കുന്നത്. വളരെ ആത്മാർത്ഥമായി കർത്താവിൻ്റെ നാമത്തിന് ചുമൽ കൊടുക്കുന്നവർ. നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഈ ദേശത്തിന്റെ വിടുതലിനായി ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന് ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും വിളിച്ചു പറയാൻ അവകാശമില്ലാത്ത ജീവന്റെ വചനം പങ്കുവയ്ക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം. ഇന്നു രാത്രി ഈ പട്ടണത്തോട് അവിടുന്ന് ഇടപെടണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആ വേദപുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? കടന്നു വന്നിരിക്കുന്ന ദൈവമക്കളെ പുസ്തകം കരങ്ങളിൽ നിന്ന് ഉയർത്തിപ്പിടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമോ? പ്രിയപ്പെട്ടവരെ, ഇതുമായി ഇന്ന് രാത്രി യോഗത്തിന് വരാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ പദവിയാണെന്ന് ഓർക്കണം. സ്തോത്രം. പ്രപഞ്ച ചക്രവർത്തിയും അഖിലാണ്ട സൃഷ്ടിതാവുമായ മഹാദൈവത്തെ നമ്മുടെ മുൻപിൽ അഭിമുഖമായി നിർത്തുന്ന ഒരു പുസ്തകം ലോകത്തിനുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങൾ, എല്ലാ മതത്തിനും അതതിൻ്റെതായ മതഗ്രന്ഥമോ ഗ്രന്ഥങ്ങളോ ഉണ്ട്. എന്നാൽ നമ്മുടെ വിശ്വാസ സത്യങ്ങൾക്ക് ആധാരമായി പവിത്രവാക്യ സംഹിതയുടെ പരമ ഉത്കൃഷ്ടത നിലകൊള്ളുന്നത് പുരുഷാരത്തോട് പറഞ്ഞത്. പിന്നെ അവൻ പുരുഷാരത്തോട് പറഞ്ഞത്, പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ, പലസ്തീൻ നാടിന്റെ പടിഞ്ഞാറ് വശം മധ്യധരണിയായി കടലാണ്. മുഴങ്കാലുകൾക്കിടയിൽ തലയിട്ടുകൊണ്ട് ഏലിയാവ് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച രംഗം നമുക്കറിയാം. ഒരു മനുഷ്യന്റെ കൈ പോലെ മേഘം പൊങ്ങുന്നത് കണ്ടപ്പോൾ പെരുമഴ വരുന്നു എന്ന് വിളിച്ചു പറയുന്നത് ഒരു കർഷക സമൂഹത്തിന്റെ അറിവിനെ കുറിച്ചുള്ള ചിത്രമാണത്. പടിഞ്ഞാറ് നിന്ന് മേഘം പൊങ്ങുന്നത് കണ്ടാൽ തൊട്ടു പുറകിൽ പെരുമഴ ഇരമ്പി പെയ്യും എന്നതിന്റെ മുന്നറിയിപ്പാണ്. 2 വായിച്ചാട്ടെ. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ, തെക്ക് സീനായി മരുഭൂമിയാണ്. തെക്കൻ കാറ്റ് ഊതുന്നത് കണ്ടാൽ അത്യുഷ്ണമുണ്ടാകും എന്ന് പറയുന്നു. അത് സംഭവിക്കുകയും ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുകയും ചെയ്യുന്നു. കപടഭക്തിക്കാരെ, ഭൂമിയുടെയും ആകാശത്തിന്റെയും ഭാവങ്ങളെ വിവേചിപ്പാൻ നിങ്ങൾക്കറിയാം. എന്നാൽ ഈ കാലത്തെ വിവേചിക്കാത്തതെന്ത്? ശ്രദ്ധിക്കണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് സ്തോഭജനകമായ ഒരു മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് സംസാരിക്കുകയാണ്. ലക്ഷണം കാണുമ്പോൾ വരാൻ തുടങ്ങുന്നതിനെ വിവേചിച്ച് മനസ്സിലാക്കാൻ ബുദ്ധിയുള്ളവന് വിലയിരുത്തലിലൂടെ കഴിയും. ഓർക്കാം, നമുക്കറിയാം CV രാമൻ. അദ്ദേഹം ഒരിക്കൽ വടക്കേ ഇന്ത്യയുടെ മേഖലയിൽ ട്രെയിനിൽ യാത്ര ചെയ്യുകയാണ്. യാത്രക്കിടയിൽ പെട്ടെന്ന് അദ്ദേഹം ചാടിക്കയറി ട്രെയിനിന്റെ ചങ്ങല വലിച്ചു. ട്രെയിൻ നിന്നു. റെയിൽവേ ഗാർഡ് അടുത്ത് വന്ന് ചോദിച്ചു, എന്തിനാ ചങ്ങല വലിച്ചത്? പറഞ്ഞു, അധികം മീറ്റർ അകലെ അല്ലാതെ ഈ ട്രെയിനിന്റെ പാളം മുറിച്ചിട്ടിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. റെയിൽവേ ഗാർഡിന്റെ പരിശോധനയിൽ ഏതാണ്ട് 500 മീറ്റർ അപ്പുറത്ത് വിപ്ലവകാരികൾ, ഭീകരപ്രവർത്തകർ പാളം മുറിച്ചിട്ടിരിക്കുകയായിരുന്നു. തിരിച്ചു വന്ന് അവർ ചോദിച്ചു, അങ്ങയ്ക്ക് എങ്ങനെ മനസ്സിലായി
ഇങ്ങനെ പാളം മുറിച്ചിട്ടിരിക്കുന്നതെന്ന്? അത് അദ്ദേഹം പറഞ്ഞത് കേൾക്കണോ? എനിക്ക് ഒരു കാര്യം അറിയാം, ഞാൻ പഠിച്ചിട്ടുണ്ട് ലക്ഷണം കൊണ്ട് സംഭവങ്ങളെ വിലയിരുത്താൻ. ട്രെയിൻ പാളത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ ചുക് 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 എന്ന് കേൾക്കുന്ന ആ താളാത്മകമായ ശബ്ദം, അത് കേവലം ശബ്ദം മാത്രമല്ല, അതിൻ്റെ പാളവും അതിൻ്റെ വീലുമായി അലൈൻമെന്റിലൂടെയാണ് ആ ശബ്ദത്തിൻ്റെ സ്ഫുടത വരുന്നത് എന്നും, ആ അലൈൻമെന്റിന് മാറ്റം വന്നാൽ എന്തെങ്കിലും ഈ പാളത്തിൽ പ്രതീക്ഷിക്കാം എന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാളം മുറിഞ്ഞു കിടപ്പുണ്ട് എന്ന് ഞാൻ ബലമായി സംശയിച്ചു. പ്രിയപ്പെട്ടവരെ, കോവിഡ് കാലഘട്ടം പിന്നിട്ട് നാം ഇവിടെ നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ മുഖത്ത് വെളിപ്പെടുന്ന ഒരു മാനസിക ധൈര്യമുണ്ട്. എന്നാൽ നമ്മുടെ കർത്താവ് പറയുകയാണ്, ആ തലമുറയോട് പറയുകയാണ്, നിങ്ങൾ ഈ കാലഘട്ടത്തെ വിവേചിക്കണം എന്ന് പറഞ്ഞാൽ കൺമുൻപിൽ വന്നു നിൽക്കുന്നത് ആരാണ് എന്ന് അവർക്കിപ്പോഴും മനസ്സിലാകാതെ പോയി. ചരിത്രത്തിലേക്ക് കാലൂന്നി നിൽക്കുന്ന ഈ ദൈവപുത്രൻ സാധാരണക്കാരനല്ല. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷവേഷത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ രാത്രി നമ്മൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു അല്ലാതെ ഒരുത്തനും ഇല്ലെന്ന് പറയാൻ ധൈര്യം പ്രാപിച്ച ദൈവമക്കൾ നോക്കുക. ആ തലമുറയിൽ അവരുടെ കൺമുൻപിൽ നിൽക്കുന്നത് സാധാരണക്കാരനല്ല, സ്വർഗം ഭൂമിയെ തൊട്ടിറങ്ങി നിൽക്കുകയാണ്. പക്ഷേ ആ കാലഘട്ടത്തെ വിവേചിക്കാൻ അവർക്ക് കഴിയാതെ പോയി. ഞാൻ ഇന്ന് രാത്രി എൻ്റെ മുൻപിലിരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് പറയട്ടെ, നമ്മുടെ കണ്ണുകൾ അടയുന്നതിന് മുൻപ്, നമ്മുടെ വീട്ടിലേക്ക് ശവപ്പെട്ടി കയറി വരുന്നതിന് മുൻപ്, നമുക്കൊരു അന്ത്യയാത്ര ആരംഭിക്കുന്നതിന് മുൻപ് ഈ തലമുറയിൽ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ കർത്താവ് ഈ ആകാശമേഘങ്ങളിൽ മടങ്ങി വരുമെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ദൈവമക്കളാണ് എൻ്റെ മുൻപിൽ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെങ്കിൽ 85ാമത്തെ ഡിസ്ട്രിക്ട് കൺവെൻഷന് നമ്മൾ ഈ പ്രതലത്തിൽ ഒന്നിച്ചു കൂടുന്നതിന് മുൻപ് അവൻ മേഘങ്ങളിൽ വന്നിരുന്നെങ്കിൽ എന്ന് കൊതിക്കുന്ന ഒരു ദൈവപൈതലിന്റെ ഭാവത്തിൽ അറിയാം. ഈ രാത്രി വിശ്വസിക്കുക, കൃപ ലഭിച്ച ദൈവപൈതലെ, ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരും. ലക്ഷണങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. ഇത് സാധാരണ കൺവെൻഷൻ അല്ല, ഇത് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളാണ്. ഈ പ്രത്യേക സംഭവ പശ്ചാത്തലത്തിൽ 2 വാർത്തകൾ ചൂടോടുകൂടെ യേശുവിൻ്റെ അടുക്കലെത്തി. ഒന്നാമത്തെ വാർത്ത നമുക്കറിയാം, ശീലോഹാം കുളം എന്ന പ്രസിദ്ധമായ കുളം, ദൂതനിറക്കി രോഗശാന്തിയോടുള്ള ബന്ധത്തിൽ കലക്കുന്ന കുളത്തെ സംബന്ധിച്ചുള്ള രംഗം. മറ്റൊന്ന്, അബ്രഹാം തന്റെ മകനായ ഇസഹാക്കിനെ ബലി കഴിപ്പാൻ മോറിയായി ഉപയോഗിച്ച കല്ല് അതിപരിശുദ്ധ സ്ഥലത്ത് വരത്തക്ക വിധം കല്ലുകൊണ്ടും വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടും ലെബനോനിലെ ദേവദാരിക്കൽ കൊണ്ടും പടുത്തുയർത്തിയ യഹൂദന്റെ കനകക്കൊട്ടാരമെന്നോ തങ്കക്കുട കെട്ടിടമെന്നോ വിശേഷിപ്പിക്കാവുന്ന യെരൂശലേം ദൈവാലയത്തിൽ യാഗം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഒരു ഭീകരമായ സംഭവം നടന്നു. പീലാത്തോസിനും റോമൻ ഭരണത്തിനുമെതിരെ ഗലീലാക്കാർ വിപ്ലവം സംഘടിപ്പിച്ചു. ആ വിപ്ലവകാരികളെ പീലാത്തോസ് അടിച്ചൊതുക്കിയെങ്കിലും പീലാത്തോസിന്റെ നിയന്ത്രണത്തിൽ കയ്യിൽപ്പെടാത്ത ചില വിപ്ലവകാരികൾ രക്ഷപ്പെട്ടു. അവർ യെരൂശലേം ദൈവാലയത്തിൽ യാഗത്തിന് വന്നിട്ടുണ്ട് എന്ന വാർത്ത പീലാത്തോസിന്റെ ചെവിയിലെത്തി. പീലാത്തോസ് പെട്ടെന്ന് പട്ടാളക്കാരെ ഉപയോഗിച്ച് ആ വിപ്ലവകാരികളെ പച്ചയ്ക്ക് നോക്കി നിൽക്കെ വെട്ടി നുറുക്കി യാഗവസ്തുവിനോടൊപ്പം യാഗപീഠത്തിൽ കയറ്റിയിട്ട് കത്തിച്ചു. ഓർക്കുക, അങ്ങനെ ഒരു കൂട്ട സംഹാരം യെരൂശലേം ദൈവാലയത്തിൽ സംഭവിച്ചു. ഈ ദുഃഖകരമായ വാർത്ത, ഈ കൂട്ടമരണത്തിന്റെ വാർത്ത യേശുവിന്റെ ചെവിയിലെത്തിയപ്പോൾ യേശു ചോദിക്കുകയാണ്, അവിടെയുള്ള ആളുകൾ കുറെ കൊല്ലപ്പെട്ടു, യാഥാർത്ഥ്യമാണ്. അങ്ങനെ അപ്രതീക്ഷിതമായ മരണം ഒരു വലിയ പറ്റം ആളുകൾ അഭിമുഖീകരിക്കേണ്ടി വന്നു. പക്ഷേ നിങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു. നിങ്ങൾ രക്ഷപ്പെട്ടത് നിങ്ങൾ പുണ്യവാളന്മാരായതുകൊണ്ടും അവര് കൊല്ലപ്പെട്ടത് അവർ കുറ്റവാളികളും മഹാപാപികളും ആയതുകൊണ്ടുമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അവരെല്ലാവരും കായംകുളം കൊച്ചുണ്ണിയുടെ ചേട്ടനായതുകൊണ്ടും ഞങ്ങളൊക്കെ പരിശുദ്ധന്മാരായതുകൊണ്ടുമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതും അവർ കൊല്ലപ്പെട്ടതും അല്ല.
ദൈവം മാനസാന്തരത്തിന് അവർക്ക് അവസരം കൊടുത്തില്ല, എന്നാൽ നിങ്ങൾക്ക് ദൈവം മാനസാന്തരത്തിന് അവസരം തന്നിരിക്കുന്നു. കഴിഞ്ഞ കോവിഡ് കാലഘട്ടം ആയിരങ്ങളുടെ ജീവൻ എടുത്തപ്പോൾ എൻ്റെ കൂടപ്പിറപ്പെ ആശുപത്രി വിട്ട് നീ പുറത്തിറങ്ങിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവം മാനസാന്തരത്തിന് ഒരവസരം കൂടെ അനുവദിച്ചത് കൊണ്ടാണ് എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇതിനകത്ത് ഇരുന്നു കൊണ്ട് വിളിച്ചു പറയണം, ഇതെൻ്റെ കഴിവിൻ്റെ സമയമല്ല, എൻ്റെ ദൈവം എനിക്ക് മാനസാന്തരത്തിന് അവസരം തന്ന സമയമാണ്. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ നോക്കരുത്. അകം കത്തുന്ന ദൈവമക്കൾക്ക് ഇവിടെ ഇന്ന് രാത്രി ആരാധന ഉയരുന്ന രാത്രിയാകണം. ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കളോട് പറയാം, നിന്റെ ജീവന്റെ മേൽ പിടിമുടക്കാൻ, നിന്റെ മരണത്തെ തണുത്ത കരങ്ങൾ കൊണ്ട് തലോടിയൊപ്പിക്കാൻ ഇരുട്ടിന്റെ ശക്തികൾ പദ്ധതികൾ ആസൂത്രണം ചെയ്തെങ്കിലും നിന്റെ ആയുസിന്റെ ദിവസങ്ങൾ തീരാഞ്ഞത് കൊണ്ട് ആ മരണകാലഘട്ടത്തെ അഭിമുഖീകരിച്ച് വചനത്തിന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ഇനിയും മരണം നിങ്ങളുടെ കൺമുൻപിൽ എത്തില്ലെന്നും നിങ്ങൾക്ക് സഹസ്രാബ്ദ ഭൂമിയിലേക്ക് കാലുവെക്കാൻ സമയമായെന്നും തെറ്റിദ്ധരിക്കരുത്. പ്രതീക്ഷിക്കാത്ത അതിഥിയെ പോലെ കോവിഡ് അല്ലെങ്കിൽ മറ്റൊന്ന് നമ്മുടെ കൺമുൻപിലുണ്ട്. അനുവദിച്ചിരിക്കുന്ന അവസരം അനുദപിപ്പാനുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ണുകൾ കാൽവറിയിലേക്ക് ഉയർത്തുക. ഇത് ദൈവം നിനക്ക് അനുദപിപ്പാൻ അനുവദിച്ച സമയമാണ്. ഇനിയും മറ്റൊരു സംഭവം കർത്താവിന്റെ മുൻപിലെത്തുകയാണ്. അത് ശീലോഹാം കുളത്തിന്റെ ഭാഗത്ത് നിന്ന് യെരുശലേമിലേക്ക് ഒരു ജലപാത സെറ്റ് ചെയ്യുന്നു. ആ ജലപാതയുടെ പ്രവേശന കവാടത്തിൽ ഒരു കമാന നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായൊരു കമാന നിർമ്മാണം. ആ കമാന നിർമ്മാണം ആർച്ച് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളും നിരീക്ഷകരും നോക്കി നിൽക്കെ ആ കമാനം, ആ ആർച്ച് ഇടിഞ്ഞു വീണു. 18 പേർ തൽക്ഷണം കൊല്ലപ്പെട്ടു. യേശു ചോദിക്കുകയാണ്, ശരി, അവരത്രയും പേർ കൊല്ലപ്പെട്ടു, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ കൊല്ലപ്പെട്ടു പോയവർ കൊല്ലപ്പെട്ടത് തങ്ങളുടെ പാപം കൊണ്ടും നിങ്ങൾ രക്ഷപ്പെട്ട് നിങ്ങൾ പവിത്രരായതുകൊണ്ടുമാണെന്ന്? ഇല്ല, നിങ്ങളുടെ കൈകളിൽ പാപത്തിന്റെ കറയില്ലാത്ത പുണ്യവാളന്മാരായതുകൊണ്ട് നിങ്ങൾ കോവിഡിൽ നിന്ന് രക്ഷപ്പെട്ടെന്നും. സ്തോത്രം. അനേകർ കൊല്ലപ്പെട്ടത് അവരുടെയൊക്കെ കയ്യിരിപ്പ് ശരിയാകാഞ്ഞത് കൊണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. അനേകരുടെ ജീവൻ ആർച്ച് തകർന്ന് നഷ്ടപ്പെട്ടപ്പോൾ നീ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എൻ്റെ ദൈവം ഒരു പ്രാവശ്യം കൂടെ മാനസാന്തരത്തിനായി നിന്നെ വിളിക്കുകയാണ്. ഈ കൺവെൻഷൻ ഇവിടെ വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് പറയുന്നു, വരാൻ തുടങ്ങുന്ന അനർത്ഥങ്ങളെ ഒഴിവായി വരേണ്ടതിന് ഈ രാത്രിയിൽ കരയുന്ന കണ്ണുകളോടെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കണം. നാം മാനസാന്തരപ്പെടാൻ ദൈവം സമയം അനുവദിച്ചിരിക്കുകയാണ്. മരണം ഒരു വെളിപ്പാടകലെ നമ്മുടെ കൺമുൻപിൽ നിൽക്കുന്നു. പ്രതീക്ഷകൾ പൂർത്തീകരിക്കാതെ മരണത്തിന്റെ ഭീകരതകൾ നമ്മുടെ കൺമുൻപിൽ എത്തിയെന്ന് വരാം. എന്താണ് അടുത്ത ദിവസങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത്? കണക്കുകൂട്ടലുകൾ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ട് മരണദൂതൻ നമ്മുടെ ചങ്കിന് നേരെ ചാട്ടുളി പോലെ അവന്റെ ആയുധം പ്രയോഗിക്കാം. എന്നാൽ ഇന്ന് രാത്രി കിടക്കുന്ന കിടപ്പറ എൻ്റെ മരണയറയായി മാറിയാൽ എൻ്റെ വിശ്രമം എൻ്റെ വീണ്ടെടുപ്പുകാരൻ്റെ മാർവിലായിരിക്കുമെന്ന് ഉറപ്പ് പ്രാപിച്ച ഒരു ദൈവ പൈതൽ ഇതിനകത്തിരിപ്പുണ്ടെങ്കിൽ അവന് ഈ രാത്രിയിൽ മൗനമായിരിക്കാൻ കഴിയുകയില്ല. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിലുണ്ട് എന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ആത്മാവിൽ പറയണം, എനിക്ക് ദൈവം അനുവദിച്ചത് സാധാരണ സമയമല്ല, അനുതപിക്കാൻ ദൈവം എനിക്ക് അവസരം തന്നിരിക്കുകയാണ്. 94 സെപ്റ്റംബർ മഹാരാഷ്ട്രയിൽ ലത്തൂർ ജില്ലയിൽ ഒരു ഭൂകമ്പമുണ്ടായി. നോക്കി നിൽക്കെ 21 ഗ്രാമങ്ങൾ അപ്രത്യക്ഷമായി. 40,000 പേർ മരണത്തോട് മണ്ണോട് മണ്ണ് മാറി. അതിന്റെ ഭ്രംശരേഖകൾ തമിഴ്നാടിനെ കടന്ന് ഗോവയെ കടന്ന് കർണാടകയെ കടന്ന് ഇങ്ങ് ആലപ്പുഴ തീരം വരെ എത്തി എന്ന് വിദഗ്ധന്മാർ മുന്നറിയിപ്പ് നൽകി. അത് അവിടെ നിന്ന് ഇടുക്കി മൈനാവ് മേഖലയിലേക്ക് എത്തി. മൈനാവ് മേഖല ഭൂകമ്പ പ്രഭവ കേന്ദ്രമായി മാറി. അതേ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഭൂഗർഭ വിള്ളൽ വീണു. നിരവധി ക്യൂബിക് മീറ്റർ വെള്ളം ആഴത്തിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ പരിസരങ്ങളിൽ ഭയമുയർന്നു. അടുത്തയിടെ നടത്തിയ ഗവേഷണ നിരീക്ഷണ പരീക്ഷണ റിപ്പോർട്ടിൽ അവിടെ ഒരു ഭൂചലനം ഇനിയും ആവർത്തിച്ചുണ്ടായാൽ മുല്ലപ്പെരിയാർ ഡാം കണ്ണങ്കിയുടെ ശാപത്തിൽ കത്തിയെരിഞ്ഞ മധുരയിലെ സാധാരണക്കാരന് കുടിവെള്ളം എത്തിക്കാൻ തിരുവിതാംകൂർ മഹാരാജാവ് നടത്തിയ മഹാമനസ്കതയുടെ തിരിച്ചടി ഒരു ജലബോംബ് പോലെ കേരള ജനത സഹിക്കുമ്പോൾ അവിടം തകർന്നാൽ
മുഴുവൻ തകർന്ന് 18 മൈൽ ചുറ്റളവുള്ള സകലത്തെയും അടിച്ചു തകർത്ത് ഒരു സംഹാര രുദ്രയെ പോലെ താഴേക്കിറങ്ങിയാൽ കൊച്ചി എയർപോർട്ടിൽ പോലും 10 അടി കനത്തിൽ ചെളി നിറയത്തക്ക വിധത്തിൽ ഭീകരതകൾ വരുന്നു എന്നൊക്കെ ഇവിടെ മുന്നറിയിപ്പുകൾ നൽകുമ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ദൈവമക്കൾ പറയാം, യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ ഈ മണ്ണിൽ നിന്ന് പോകാതെ ഈ പ്രകൃതിയെ തൊടാൻ അനുവദിക്കാത്ത ദൈവത്തിൻ്റെ കരം ഇതിൻ്റെ പുറകിൽ സുരക്ഷിതത്വത്തിനായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം. ഒരു ദുരന്തം വന്നതിന് ശേഷമല്ല അനുതപിക്കേണ്ടത്, അപകടത്തിന് മുൻപേ അനുതപിക്കാൻ ദൈവം അവസരമൊരുക്കിയിരിക്കുന്നു. 94 സെപ്റ്റംബറിൽ മഹാരാഷ്ട്രയിൽ ആ ജില്ലയിൽ ഭൂകമ്പം ഉണ്ടായപ്പോ തലേരാത്രി ഉറങ്ങുന്നതിന് മുമ്പ് മോടെ കല്യാണം, മോന്റെ വീട് വെപ്പ്, വസ്തു വാങ്ങിക്കുന്നത്, അതിന് പ്ലാൻ ചെയ്യുന്നത് ഒക്കെ പ്ലാൻ ചെയ്തില്ലേ? പക്ഷേ നാളെ രാത്രി കഴിഞ്ഞാൽ ഞങ്ങൾ ഈ മണ്ണിനടിയിലാകും എന്നാരും വിചാരിച്ചില്ലല്ലോ. നിങ്ങൾ ഇന്ന് രാത്രി ഓർക്കൂ, ഭോപ്പാൽ വിഷവാതക ദുരന്തം നിരവധി ആളുകളുടെ ജീവനെടുത്തു. പക്ഷെ തലേ രാത്രി ഉറങ്ങാൻ കയറുന്നതിന് മുമ്പ് എത്രയൊക്കെ പ്ലാനിങ് ആയിരുന്നു അവർ നടത്തിയത്, ഒരുപാട് പ്ലാനിങ്. പക്ഷേ പിറ്റേ ദിവസം അവർ ഉണർന്നില്ല കേട്ടോ. 2023 പടിവാതിക്കൽ കാൽ ചവിട്ടി നിൽക്കുന്ന വിശ്വാസ സമൂഹമേ, ഈ രാത്രിയിൽ ജീവന്റെ വചനം കേൾക്കുന്ന ഞങ്ങളുടെ കൂടെ പിറപ്പേ, 2023 തിരശീല വീഴുന്നതിന് മുൻപ് എന്തൊക്കെ വരുമെന്ന് പ്രവചിക്കാൻ പറ്റുകയില്ലെങ്കിലും ഇന്ന് രാത്രി ദൈവം നിന്നെ ആരോഗ്യത്തോടെ ഇരുത്തിയത് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ ദിവസങ്ങളാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ഈ രാത്രി കർത്താവ് ക്ഷണിക്കുകയാണ് അനുതപിക്കാൻ. ഞാൻ പറയട്ടെ, ഒരിക്കൽ ഒരു സയൻസ് മ്യൂസിയം കാണാൻ കയറിപ്പോയ ആൾ ഒരു തലയോട്ടി ഉൾപ്പെടെയുള്ള മനുഷ്യന്റെ അസ്ഥികൂടത്തിന്റെ മുൻപിൽ നിന്ന് ഇങ്ങനെ പാടി. അദ്ദേഹം നേരെ ആ മുഖത്തേക്കൊന്ന് നോക്കി ആ അസ്ഥികൂടത്തെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ആ അസ്ഥികൂടത്തോട് ആദ്യം ഒരു പിടി ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ഇങ്ങനായിരുന്നു: ആണായിരുന്നോ പെണ്ണായിരുന്നോ? കറുത്തതായിരുന്നോ വെളുത്തതായിരുന്നോ? ഏത് തറവാട്ടി പറഞ്ഞതായിരുന്നു? എത്രാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്? ഏതൊക്കെ സ്ഥാനം അലങ്കരിച്ചതാണാവോ? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ കൂടെ പാടി: തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയേ വിലപിടിയാതൊരു തലയോടായോ. എത്ര ശ്രദ്ധേയമാണ് ആ പ്രയോഗം! തിലകം ചാർത്തി ചീകിയും അഴകായി പലനാൾ പോറ്റിയ പുണ്യശിരസേ, ഉലകം വെല്ലാൻ ഉഴറിയ നീയേ വിലപിടിയാതൊരു തലയോടായോ. ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ അലങ്കരിച്ചു കൊണ്ടുവരുന്നത് ഏത് മുഖമാ? ഓർത്തോ, ശ്വാസം വിട്ടാൽ മണിക്കൂർ കഴിഞ്ഞാൽ നാറുന്ന ദുർഗന്ധം വമിക്കുന്ന ഒരു കബന്ധമായി മാറും എന്ന് ബോധ്യമുള്ള പ്രിയപ്പെട്ടവർ രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ എൻ്റെ നിത്യത എനിക്ക് സ്വന്തമായതാണ്, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഇങ്ങനെ പോരാ, ഈ പട്ടണത്തിൻ്റെ ചങ്കിൻ കൂടുതലിരുന്നു കൊണ്ട് വിളിച്ചു പറയണം, മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ചിരിക്കുന്ന കരുണയുടെ ദിവസങ്ങളാണ് ദിവസങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ പശ്ചാത്തലത്തിൽ നമ്മുടെ കർത്താവ് ചരിത്ര പ്രസിദ്ധമായ ഒരു ഉപമ പറയുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആ ഉപമയിലേക്ക് നിങ്ങളുടെ മനസ്സൊന്ന് കേന്ദ്രീകരിക്കണം. ഒരു മനുഷ്യന് തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരഞ്ഞു വന്നു, കണ്ടില്ല താനും. അവൻ തോട്ടക്കാരനോട്, ഞാൻ ഇതിൽ 3 സംവത്സരമായി ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. വെട്ടിക്കളക, എന്തിന് ഇത് നിലത്തെ നിഷ്ഫലമാക്കണം? തോട്ടക്കാരൻ അവനോട്, കർത്താവേ, ഞാൻ ഇതിനെ കിളച്ചു വളമിടുവോളം ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാം എന്ന് പറഞ്ഞു. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. ഇന്ന് രാത്രി ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ ശ്രദ്ധിച്ചു കേൾക്കണേ. സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തിൽ നിൽക്കുന്ന അത്തിവൃക്ഷം ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ കേൾവിക്കാരായ നിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ദൈവാത്മാവ് പറയുകയാണ്, നീ തന്നെയാണ് ആ അത്തിവൃക്ഷം. സ്തോത്രം. 1, അത്തിവൃക്ഷത്തിൻ്റെ പദവി. 2, അത്തിവൃക്ഷത്തിൻ്റെ സ്ഥാനം.
3 അത്തിവൃക്ഷത്തിന്റെ ഉടമസ്ഥത, 4 അത്തിവൃക്ഷത്തിന്റെ ഉത്തരവാദിത്വം, 5 അത്തിവൃക്ഷത്തിന് നിർണയിക്കപ്പെട്ട ആയുസ്. ഇതൊക്കെ നമ്മൾ ആഴത്തിലൊന്ന് ചിന്തിച്ചാൽ നടത്തിയ ദൈവത്തിന്റെ കരുതലിന് മുൻപിൽ മൗനമായിരിക്കില്ല. കൃപ ലഭിച്ച ദൈവമക്കൾ ഓർക്കണം, മറ്റൊന്നുമില്ലെങ്കിലും ദൈവം നിനക്കുന്ന സ്ഥാനമൊന്ന് ഓർത്താൽ ദൈവത്തിന് മഹത്വം അർപ്പിക്കാതിരിക്കാൻ കഴിയുമോ? ആത്മാവിൽ ആരാധിക്കുന്ന ദൈവവൈതലേ, ഇത് സാധാരണ അത്തിവൃക്ഷമല്ല കേട്ടോ. കാക്കച്ചുണ്ടിൽ നിന്നും വന്യമായി വീണ് വഴിവക്കിൽ വളർന്ന അത്തിയല്ലിത്. കഴിഞ്ഞ പ്രളയകാലത്ത് വന്ന് അതെ വന്യമായി വന്ന് റോഡ് സൈഡിൽ നിലവൊടുപ്പിച്ച് അത് നാട്ടുകാരുടെ കൺമുൻപിൽ പഞ്ചായത്ത് വകയിൽ വളർന്നുയർന്ന അത്തിയല്ലിത്. ഇതൊരു ഉടമസ്ഥൻ പ്രത്യേകം തടമെടുത്തു കൊണ്ടുവന്ന് നട്ട അത്തിയാണെങ്കിൽ ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. കഴിഞ്ഞ രാത്രി 10 ലക്ഷത്തോളം ആളുകൾ ഈ കേരളക്കരയിൽ എന്റേതെന്ന് പറഞ്ഞ് കയറി ചെല്ലാൻ ഒരു കൂരയില്ലാതെ വല്ല വൃക്ഷച്ചുവട്ടിലോ ടിൻഷീറ്റിന്റെ അടിയിലോ പ്ലാസ്റ്റിക് വിരിച്ചോ കടത്തിണ്ണയിലോ അന്തി ഉറങ്ങിയപ്പോൾ സ്വന്തം ഭാര്യയോടും മക്കളോടും കൂടെ നമ്മുടെ വീട്ടിൽ പാർക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകിയത് നമ്മുടെ പദവിയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ പോരാ പോരാ പോരാ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഈ രാത്രി ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ ഓർക്കുക, ഇസഹാക്കിന്റെ അന്ധതയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, എസ്തേറിന്റെ അനാഥത്വത്തിന്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, രൂത്തിന്റെ കുടുംബ തകർച്ചയുടെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, നവോമിയുടെ കയ്പിന്റെ പുറകിൽ ഒരു കരം ചലിച്ചതുപോലെ, നിന്നെ തകർത്ത് കളയാൻ ഉയർന്ന കൊടുങ്കാറ്റുകളുടെ നടുവിൽ, നിന്റെ ജീവന് വില പറഞ്ഞ പോരാട്ടങ്ങൾക്ക് നടുവിൽ, നിന്റെ വാഗ്ദത്തങ്ങളെ തച്ചുടയ്ക്കാൻ ഉയർത്തിയ പെരുമ്പാമ്പ് പോലെ നിന്നെ ചുറ്റി വരിഞ്ഞ പ്രതിസന്ധികൾക്ക് നടുവിൽ, നിന്റെ മരണം കൊതിച്ചുകൊണ്ട് ഡേറ്റ് കാത്തുകിടന്ന കുലക്കയറുകളുടെ ഡേറ്റുകൾക്ക് നടുവിൽ എൻ്റെ ദൈവം വിഷയത്തെ അഴിച്ചു മാറ്റി ഈ 2023 പ്രാരംഭ ദിവസങ്ങൾ കാണാൻ ഭാഗ്യം നൽകിയത് എൻ്റെ കഴിവല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവവൈതൽ ഇതിനകത്തുണ്ടെങ്കിൽ വിളിച്ചു പറയണം, എൻ്റെ പുറകിൽ ചലിക്കുന്ന ലൂസിഫറിന്റെ കൈയല്ല, എൻ്റെ പുറകിൽ ചലിക്കുന്നത് എന്നെ നട്ടവന്റെ കൈയാണ്. ആത്മാവിൽ ആരാധിക്കുന്നതിന് പ്രിയപ്പെട്ടവരെ ചൂണ്ടിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി യോഗത്തിൽ ഒരു ആലോചന വിളിച്ചു പറയുന്നു. നിനക്കെതിരെ ഡേറ്റ് പ്ലാൻ ചെയ്ത് നിനക്കെതിരെ തയ്യാറാക്കിയ തീയതികളുമായി കഴുത്തിൽ കുരുക്കിടാൻ കാത്തു നിൽക്കുന്ന ഹാമാന്റെ കയ്യിലെ കുരുക്ക് എത്ര ശക്തമായിരുന്നെങ്കിലും എൻ്റെ ദൈവം അനുവദിക്കാതെ ഏത് കഴുത്തിൽ വേണം ആ കയറ് കയറാൻ എന്ന് ദൈവം അനുവദിക്കാതെ ചലിക്കത്തില്ലെങ്കിൽ നിന്നെ നടത്തിയ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് രാത്രി വിളിച്ചു പറയണം, ആരോഗ്യത്തോടെ കാർ ഈ സൈഡിൽ പാർക്ക് ചെയ്തിട്ട് സ്വന്തം കാലിൽ നടന്ന് കയറി വന്ന് ഈ കസേരകളിൽ ഇരുന്ന് ജീവന്റെ വചനം കേൾക്കാൻ ദൈവം എനിക്ക് ബലം തന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല. ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, മുൾപ്പടർപ്പിൽ വ്യാപരിച്ച ദൈവത്തിന്റെ തേജസ് ഈ രാത്രി ഇരുന്ന് ആരാധിക്കുന്ന നിങ്ങളുടെ ശരീരത്തിന്റെ സ്ഥിരാ ഞരമ്പുകളുടെ മേൽ ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് കത്തിച്ചു കളയുന്ന തീയല്ല, ഇത് ചുറ്റിപ്പാലിക്കുന്ന തീയാണ്. ഇരമ്പിയ പോരാട്ടങ്ങൾക്ക് നടുവിൽ നിന്റെ ജീവനെ നിലനിർത്തിയ ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ വിളിച്ചു പറയണം, എൻ്റെ ഉച്ചി മുതൽ ഉള്ളംകാല് വരെ എൻ്റെ ശരീരത്തിന്റെ ഓരോ കോശങ്ങളുടെ മേലും ദൈവത്തിന്റെ വിടുതൽ വ്യാപരിച്ചിട്ട് എൻ്റെ ജീവന് വില പറഞ്ഞ പോരാട്ടങ്ങൾക്ക് നടുവിൽ എന്നെ ദൈവം പദവിയോടെ നിർത്തിയത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ ദൈവത്തിന്റെ കൃപയാണ്. കൃപ 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 എന്ന് പറയാൻ ബോധ്യമുള്ള ദൈവമക്കൾ ഈ രാത്രി ആത്മാവിൽ പറയണം, ഇത് സാധാരണ അത്തിയല്ല, ഇത് പദവി നേടിയ അത്തിയാണ്. ഗ്ലോറി 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെ ആത്മനിയോഗത്തോടെ സംസാരിക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിന് നേരെ, നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ തലമുറയ്ക്ക് നേരെ, നിന്റെ വാഗ്ദത്തത്തിന് മാത്രമല്ല നിന്റെ ദാമ്പത്യ ജീവിതത്തിന് നേരെ, നിന്റെ ആരോഗ്യത്തിന് നേരെ, നിന്റെ ലിവറിന്റെ പ്രവർത്തനത്തിന് നേരെ, നിന്റെ ബ്ലഡ് ഷുഗറിന്റെ നിലവാരത്തിന് നേരെ എത്രയോ മരണകരമായ പോരാട്ടങ്ങളാണ് നിന്റെ ജീവനെ ചുറ്റിപ്പിടിച്ചത്. നിന്റെ പ്രായത്തിലുള്ള പല പ്രിയപ്പെട്ടവരും ഈ മണ്ണിലേക്ക് മടങ്ങിപ്പോയില്ലേ? എന്നാൽ ഈ രാത്രി ഓർക്ക് പലരും പറഞ്ഞു, നിന്റെ കുടുംബം കുളം തോണ്ടി ഇനിയും അത് കര പറ്റുകയില്ല, ഇത് തറ പറ്റുകയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിന്റെ കരം നിന്റെ ഭവനത്തിന്റെ പുറകിൽ ഉയർന്നു നിന്നതുകൊണ്ട് കുളം തോണ്ടി എന്ന് പറഞ്ഞവരുടെ മധ്യത്തിൽ നിന്റെ വാഗ്ദത്തങ്ങളെ പാലിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ പറയണം, ഞാൻ സാധാരണ അത്തിയല്ല, ഞാൻ പദവി നേടിയ അത്തിയാണ്.
ഞാൻ ചോദിക്കട്ടെ, 3 ശവങ്ങൾ ഒരു വീട്ടിൽ നിന്ന് പുറത്തു പോയാൽ നാട്ടുകാർ ആ വീടിനെ കുറിച്ച് എന്തു പറയും? മുടിഞ്ഞു, ഇനിയും തലപൊക്കില്ല. മംഗ്ലോൻ, കില്ലിയോൻ, എലിമലേക്ക് ഈ 3 ശവങ്ങൾ ആ വീട്ടിൽ നിന്ന് പുറത്തു പോയപ്പോ നാട്ടുകാർ പറഞ്ഞു, ഇനിയും ഈ കുടുംബം തലപൊക്കില്ല. എന്നാൽ ഒരിക്കലും ഇനിയും തലപൊക്കുകയില്ലെന്ന് വിധി എഴുതിയ ആ കുടുംബത്തിനകത്ത് നിന്ന് യേശുവിൻ്റെ വല്യമ്മച്ചിയെ രംഗത്ത് കൊണ്ടുവരത്തക്ക വിധത്തിൽ, ദാവീദിന്റെ വല്യപ്പച്ചനെ എടുത്തു മടിയിൽ കിടത്തത്തക്ക വിധം ദൈവത്തിന്റെ കരം ചരിത്രത്തിൽ ചലിച്ചെങ്കിൽ ഈ രാത്രി ദൂത എഴുതി വെച്ചുകൊള്ളുക, നാട്ടുകാരുടെ വിധി എഴുത്തിനെ കാറ്റിൽ പറത്തിക്കൊണ്ട് നിന്റെ മേൽ വെളിപ്പെട്ട ദൈവത്തിന്റെ വാഗ്ദത്തം എത്ര വലുതാണെന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഇവിടെ ഇരുന്ന് വിളിച്ചു പറയണം, എന്റെ മേൽ വ്യാപരിച്ചത് സാധാരണ കരമല്ല, ഇതെനിക്ക് പദവി നൽകിയ കരമാണ്. 2, ഇതിന് സ്ഥാനം നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എന്താ സ്ഥാനം? മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം. മുന്തിരി യഹൂദന്റെ സ്പിരിച്വൽ പ്രതലമാണ്, അത്തി അവന്റെ രാഷ്ട്രീയ പ്രതലമാണ്. അങ്ങനെയാണെങ്കിൽ ഭൗതിക തലം നിലകൊള്ളുന്നത് ആത്മീയ പ്രതലത്തിന് നടുക്കാണ്. മറ്റൊരാളിന്റെ കാര്യം എനിക്കറിയില്ല. എൻ്റെ മുൻപിൽ വീണ്ടും ജനനം പ്രാപിച്ച ദൈവമക്കളെ ഞാൻ പറയാം, നിന്റെ ഭൗതികത നിലകൊള്ളുന്നത് റബ്ബറിന്റെ വില അനുസരിച്ചല്ല. നിന്റെ ഭൗതിക നിലകൊള്ളുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ തുക അനുസരിച്ചല്ല. ദൈവത്തിന്റെ കൃപയുടെ പ്രതലത്തിൽ നീ നിൽക്കുന്നിടത്തോളം കാലം നിന്റെ ഭൗതികതയെ പിടിച്ചു നിർത്താൻ നീ സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ വിളിച്ചു പറയണം, ഞാൻ കഴിച്ച അന്നവും ഞാൻ കുടിച്ച വെള്ളവും എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ച ഭൗതികതയാണ്. അത് തക്ക സമയത്ത് എൻ്റെ കൈകളിൽ എത്തിക്കാൻ ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരം വെച്ച സ്ഥാനത്തേക്ക് ചലിക്കുന്നുണ്ട്. തിന്ന് കുടല് പൊട്ടിയാലും ഇറച്ചി കയ്യിൽ കിട്ടിയാൽ കൊടുക്കാത്ത ജന്തുവാണല്ലോ കാക്ക. എന്നാൽ വണ്ടിയിൽ കയറി ഒരിടത്തേക്ക് പോകാൻ താല്പര്യപ്പെട്ട് പേരോ അഡ്രസ്സോ ഇട്ടാൽ ഉടൻ തന്നെ GPS സിസ്റ്റത്തിൽ മൊബൈലിലൂടെ ഗ്ലോബ് പൊസിഷൻ സിസ്റ്റത്തിലൂടെ ഇടത്തോട്ടോ വലത്തോട്ടോ മുൻപോട്ടോ പുറകോട്ടൊന്ന് കാണിക്കുന്നത് പോലെ ഇറച്ചി ചുണ്ടിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ കരീത്ത് തോട്ടിലേക്ക് കാക്കയുടെ തലയ്ക്കകത്ത് GPS സിസ്റ്റം ഇട്ടുകൊടുത്ത കൈ ഏത് കൈയാണെന്നറിയാമോ? പ്രാർത്ഥിക്കുന്ന ദൈവദാസ, കൃപയിൽ നിൽക്കുന്ന ദൈവവൈതലേ, ദൈവഹിത പ്രകാരം നീ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ നീ ഇരിക്കുന്ന ഇടത്ത് നിന്റെ അന്നം മുട്ടിക്കാതെ ഏത് വഴിയിലൂടെയും നിന്റെ കൈകളിൽ എത്തിക്കാൻ കഴിവുള്ള ഒരു കരം നിന്റെ ജീവന്റെ പുറകിലുണ്ട് എന്നിന്ന് രാത്രി ആത്മാവിൽ അനുഭവിച്ചറിയുന്നുണ്ടെങ്കിൽ വാ പൂട്ടിയിരിക്കാതെ വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, എൻ്റെ ആത്മീയതയുടെ നടുവിലാണ് എൻ്റെ ഭൗതികതയെ ദൈവം ബലത്തോടെ നിർത്തിയിരിക്കുന്നത്. ഗ്ലോറി, ഹല്ലേലൂയ. ഇനി മാത്രമല്ല, ഈ മുന്തിരിത്തോട്ടത്തിന് ഒരു ഉടമസ്ഥനുണ്ട്. ഞാൻ ഈ രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കൾ പറയാം, എത്ര ഘോരമായ ശാപത്തിന്റെ ശക്തികൾ പണം വിരിച്ചുയർന്നാലും മന്ത്രപ്രയോഗമോ ക്ഷുദ്രവാദമോ ആഭിചാരമോ ഏലസോ തകിടോ പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് കുഴിച്ചിട്ട് നടവാതുക്കൽ കാത്തിരുന്നാലും ഒരുടമസ്ഥൻ ഉള്ളിടത്തോളം കാലം, ഒരുടമസ്ഥൻ ഉള്ളിടത്തോളം കാലം ജീവനെ തൊടാൻ അനുവദിക്കാത്ത കരമാണ് ഞാൻ സേവിക്കുന്ന ദൈവത്തിന്റെ കരമെന്ന് ബോധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിലിരുന്ന് വിളിച്ചു പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ചോദിക്കാനും പറയാനും ില്ലാത്തൊരു അഗതിയല്ല ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ തിരിച്ചറിയുന്നു, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഇന്ന് രാത്രി ജീവൻ പ്രാപിച്ച ദൈവദാസ, കൃപ ലഭിച്ച ദൈവവൈതലേ, നിനക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാത്ത സമയം, നിന്റെ പ്രാർത്ഥനാ വിഷയത്തിന് നിനക്ക് ഉത്തരവാദിത്തമില്ലെന്ന് തോന്നത്തക്ക വിധത്തിൽ നീ ഗാഠമായി ഉറങ്ങുമ്പോൾ നിനക്കറിയാത്ത വ്യക്തികളെ നീ അറിയാത്ത ഇടത്ത് തട്ടി ഉണർത്തി നിനക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കുന്ന ഒരു കരം ഇന്ന് രാത്രി ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. എൻ്റെ മുൻപിലിരിക്കുന്ന ചില ദൈവദാസന്മാരോട് ചോദിച്ചാൽ അവരനുഭവിച്ചിട്ടുണ്ട്. നാളെ നടത്താൻ സാത്താൻ ഒരുക്കി വെച്ച കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരം പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ
പ്രാർത്ഥനയുടെ പുറകിൽ ഉയർന്നു നിൽക്കുന്നുണ്ട് എന്ന ബോധ്യം അനുഭവിക്കുന്ന ദൈവമക്കൾ പറയണം, ഞാൻ സാധാരണക്കാരനല്ല, ഞാനൊരു ഉടമസ്ഥനുള്ളവനാണ്. ഈ രാത്രി അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ വിശ്വാസത്തിന്റെ കണ്ണുകൾ തുറന്ന് നോക്കുക. നിന്റെ കാതുകളിൽ മുഴങ്ങുന്ന ദൈവശബ്ദത്തിന് മുൻപിൽ പരിശുദ്ധാത്മാവ് രാത്രി നിന്നെ തട്ടി ഉണർത്തുന്ന രാത്രിയാണ്. അസാധാരണമായ ഒരു ദൈവിക അഭിഷേകം നിന്റെ ശിരസിന്മേൽ രാത്രി ബലത്തോടെ വ്യാപരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാളെ നടത്താൻ പൈശാചിക താവളങ്ങൾ നിന്റെ കുടുംബത്തിനെതിരെ കരുതി വച്ചിരിക്കുന്ന കണികളെ ഇന്ന് രാത്രി മുറിക്കാനുള്ള അധികാരമാണ് പ്രാർത്ഥനയിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. മറക്കരുത്, വിളിച്ചു പറയണം, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി ചില അധരങ്ങളുടെ മേൽ ദൈവാത്മാവിന്റെ അധികാരം വ്യാപരിക്കുന്നു. ചില കണ്ണുകളുടെ മേൽ ദൈവിക ദർശനം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ചില ചെവികളുടെ മേൽ ദൈവശബ്ദം ഈ രാത്രി മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. ശരീരത്തിന്റെ പഞ്ചേന്ദ്രിയങ്ങൾ മുഴങ്ങത്തക്ക വിധം പരിശുദ്ധാത്മാവിന്റെ കനത്ത വ്യാപാരം ഇവിടെ ഇരുന്ന് സ്തോത്രം ചെയ്ത് ചില ദൈവമക്കളെ തൊടുകയാണ്. അസാധാരണമായ ആത്മപ്രവർത്തിക്കായി ഏൽപ്പിച്ചു കൊടുക്കുന്ന ദൈവമക്കൾ ഇരിക്കുന്ന ഇരിപ്പിൽ ഇരുന്ന് വിളിച്ചു പറയട്ടെ, ഞാൻ സാധാരണക്കാരനല്ല, എനിക്കൊരു ഉടമസ്ഥനുണ്ട്. അവന്റെ ഉടമസ്ഥതയിലാണ് ഈ രാത്രി ഞാൻ സുരക്ഷിതനായിരിക്കുന്നത്. ഒരു ഭക്തനായ ദൈവദാസന്റെ വാക്കുകൾ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കൽ ഒരു ട്രെയിനിൽ, ഒരു കപ്പലിൽ യാത്ര ചെയ്യുകയാണ്. ആ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിന്റെ ക്യാപ്റ്റൻ തന്റെ സ്നേഹിതനാണ്. ആ കപ്പൽ ക്യാപ്റ്റൻ തൻ്റെ സ്നേഹിതനായത് ബന്ധം തനിക്കുണ്ട്. വളരെ സൗഹൃദാന്തരീക്ഷത്തിലാണ് അവർ തമ്മിൽ കണ്ട് അന്ന് പിരിഞ്ഞത്. രാത്രി തൻ ഗാഠമായി ഉറങ്ങുന്നു. സമയം നോക്കിയപ്പോൾ രാത്രി 2 മണി കഴിഞ്ഞു. ആരോ തട്ടി ഉണർത്തുന്നത് പോലെ താൻ അല്പം ഉണർന്നു. ചെവിയിൽ ഒരു ശബ്ദം അശരീരി പോലെ മുഴങ്ങി, എഴുന്നേറ്റിരുന്ന് നിന്റെയും യാത്രക്കാരുടെയും സുരക്ഷിതത്വത്തിനായി പ്രാർത്ഥിക്കുക. ഞാൻ ഇന്ന് രാത്രി നിയോഗത്തോടെ പറയട്ടെ, അഭിഷിക്തന്മാരെ, ആത്മനിയോഗം അനുഭവിക്കുന്ന ദൈവവൈതലേ, നിനക്ക് പ്രാർത്ഥനയ്ക്ക് ആവശ്യമില്ലാത്ത ചില സമയങ്ങൾ നിന്റെ ഉറക്കം തടഞ്ഞിട്ട് പ്രാർത്ഥനയ്ക്കൊരു നിയോഗം പകരുന്നുണ്ടെങ്കിൽ ഏതോ അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവം ഇടപെടാൻ തുടങ്ങുന്നു എന്ന ബോധ്യം ആത്മക്കണ്ണുകൾ കൊണ്ട് തിരിച്ചറിയുന്ന ദൈവമക്കൾ പറയുന്നു, ഇതൊരു സാധാരണ സമയമല്ല. ഈ സമയം ചില അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന്റെ കരം ചലിക്കുകയാണ്. എന്തിന്? ഈ ദൈവദാസൻ എഴുന്നേറ്റിരുന്ന് ചില മിനിറ്റുകൾ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അസാധാരണ സമാധാനം തന്റെ മേൽ വ്യാപരിച്ചു. താൻ വീണ്ടും കിടന്നുറങ്ങി. താൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയം ആ റൂമിന്റെ വാതിക്കൽ വന്ന് അസിസ്റ്റന്റ് ക്യാപ്റ്റൻ മുട്ടി വിളിക്കുക, സാർ 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 എഴുന്നേൽക്കണം സാർ, എഴുന്നേൽക്കണം. എഴുന്നേറ്റു. കതക് തുറന്നപ്പോൾ പറഞ്ഞത്, സാർ നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെട്ടു. എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിന്റെ മുകളിലുള്ള കാവൽ ഗോപുരത്തിൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബൈനോക്കുലറിലൂടെ കണ്ടു ഒരു പ്ലാസ്റ്റിക് അവശിഷ്ടം ഈ കടലിലൂടെ ഒഴുകി വരുന്നത്. പ്ലാസ്റ്റിക് അവശിഷ്ടമാണെന്നാണ് വിചാരിച്ചത്. അത് നമ്മുടെ കപ്പലിനെ തൊട്ടില്ല എന്ന മട്ടിൽ ഒഴിഞ്ഞുപോയി. എന്നാൽ അതൊരു ബോംബായിരുന്നു. അത് തൊട്ടു പുറകിൽ വന്ന കപ്പലുമായി ഉരസി അത് പൊട്ടിത്തെറിച്ച കപ്പൽ 2ആയി മുറിഞ്ഞ് കടലിലേക്ക് ഇറങ്ങുന്നു. നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ആ കർത്തൃദാസൻ ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊന്നും പിടികിട്ടിയില്ലെങ്കിലും ആ ദൈവദാസൻ ഒരു കാര്യം മനസ്സിലായി. ഗാഠമായി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്നെ തട്ടി ഉണർത്തിയത് മനുഷ്യന്റെ കരമല്ല, അത് മഹാദൈവത്തിന്റെ കരമാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ സഹോദര, ദൈവാത്മാവ് രാത്രി നിന്നോട് ദൂത് പറയുന്നു, നീ സാധാരണക്കാരനല്ല, നിനക്കൊരു ഉടമസ്ഥനുണ്ട്. നിന്റെ ജീവന് നേരെ ഉയരുന്ന അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ നിനക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കരം ആത്മക്കണ്ണുകൾ കൊണ്ട് കാണുന്ന ദൈവമക്കൾ പറയണം, ഞാൻ അനുഭവിച്ച ചില മോഹഭംഗങ്ങൾ പോലും എൻ്റെ നാഥന്റെ കരം ചലിച്ചതാണ്. ചില അനർത്ഥങ്ങളെ ഒഴിവാക്കാൻ ദൈവത്തിന്റെ കരം ഉയരുകയായിരുന്നു. പക്ഷേ ഈ അത്തിയുടെ അടുക്കലേക്ക് ഉടമസ്ഥൻ 1-ാം പ്രാവശ്യം വന്നു. ഇല്ല, ഫലമില്ല. അത്തിയുടെ അടുക്കലേക്ക് ഉടമസ്ഥൻ 2-ാം പ്രാവശ്യം എത്തി. ഇല്ല, ഫലമില്ല. അത്തിയുടെ അടുക്കലേക്ക് 3-ാം പ്രാവശ്യം എത്തി. ഫലമില്ല. വരമുണ്ടോ എന്നല്ല ചോദ്യം, ഫലമുണ്ടോ എന്നാണ് ചോദ്യം. അതീന്ദ്രിയമായ കൃപാവരങ്ങൾ, അതിശക്തി
ശക്തമായി നിന്റെ മേൽ പ്രവഹിച്ചിറങ്ങിയാലും വരമില്ലെങ്കിലും ഉണ്ടെങ്കിലും കോടാലി വരില്ല. എന്നാൽ ഫലമില്ലെങ്കിൽ അധികം താമസിക്കാതെ കോടാലി ഉറപ്പാണ്. പ്രതീക്ഷിക്കാത്ത ചില അനർത്ഥങ്ങൾ എൻ്റെ കൂടപ്പിറപ്പേ നിന്റെ നെഞ്ചിന് നേരെ വരുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി അനുതപിക്കാൻ അവസരമെടുത്താൽ അനർത്ഥം വഴിമാറുന്ന രാത്രിയായിരിക്കും. പരിശുദ്ധാത്മാവ് പറയുന്നു, ഫലമുണ്ടോ? സ്തോത്രം. ഇല്ല, ഫലമില്ല. അപ്പോൾ ഇടയിലേക്ക് കയറിയ തോട്ടക്കാരൻ പറയുന്നു, ഒരാണ്ടുകൂടെ നിൽക്കട്ടെ, 365 ദിവസം കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ ഞാൻ അതിനെ കിളച്ചു വളമിടാം. ഇന്ന് രാത്രി ഈ ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ചില രോഗബന്ധനങ്ങളെ കുറിച്ച് ആത്മാവിലൊന്ന് ചിന്തയുണ്ടോ? കഴിഞ്ഞ എത്ര വർഷമായി ഷുഗർ രോഗം ശരീരത്തിൽ വ്യാപരിച്ചിട്ട്, എന്നാൽ ഇന്നും കിഡ്നിയുടെ മേൽ പിടിമുറുക്കി ഡയാലിസിസിലേക്ക് പോകാതെ ഓരോ ദിവസവും ദൈവം നടത്തുന്നത് എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ നാഥൻ എനിക്ക് കിളച്ചു വളമിട്ടത് കൊണ്ടാണെന്ന് ബോധ്യമുള്ള എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ഇവിടെയുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ നിന്ന് വാ തുറന്ന് വിളിച്ചു പറയാൻ കഴിയുമോ? നിങ്ങൾ ഈ രാത്രി വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിന് മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലല്ല ലഭിച്ച വിടുതലുമായി ഈ രാത്രി കർത്തൃസൻ ഇരിക്കേണ്ടത്. അടിസ്ഥാനമിട്ടവൻ ദൈവമാണെങ്കിൽ പണി പൂർത്തിയാക്കാതെ പിൻവലിക്കാത്ത ഒരു കരം എൻ്റെ ജീവന്റെ പുറകിൽ ഉണ്ടെന്ന ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ പറയണം, എത്രയോ അനർത്ഥങ്ങൾ എൻ്റെ ജീവന് നേരെ വന്നു. പരിശുദ്ധാത്മാവിൽ രാത്രി ചോദിക്കുന്നു, ആ ബാത്റൂമിൽ തെന്നി വീണപ്പോ നിന്റെ സ്പൈനൽ കോഡ് തകരാതെ ആരോഗ്യത്തോടെ ഈ കൺവെൻഷനിലും വചനം കേൾക്കാൻ നിന്റെ സ്വന്തം കാലുകളിൽ നടന്നു വരേണ്ടതിന് എൻ്റെ ദൈവ കൃപ പകർന്നത് ഓർത്താൽ ഇരിക്കുന്ന ഇരിപ്പിൽ എത്ര ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താതിരിക്കാൻ കഴിയും? ആ കൊറോണറി ആർട്ടറികൾ ബ്ലോക്ക് ആയിട്ട് നിന്റെ ശരീരത്തിന്മേൽ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ വർദ്ധിച്ച് രാത്രിയുടെ ഏകാന്തതകളിൽ നീ ഞെട്ടി ഉണർന്ന് നീ വെട്ടി വിയർത്തപ്പോൾ നീ മരണത്തിലേക്ക് കൈവിടപ്പെട്ടു പോകാതെ നിന്റെ ഹൃദയ ധമനികളെ നിലനിർത്തിയത് ഈ രാത്രി ഇരിക്കുന്ന ഇരിപ്പിലൊന്ന് ഓർത്തേ. കഴിഞ്ഞ ദിവസം എടുത്ത ബയോപ്സി റിപ്പോർട്ട് അത് ക്യാൻസറായി മാറാതെ എൻ്റെ ദൈവത്തിന്റെ കരുതൽ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയത് ഓർത്താൽ ഈ രാത്രി വാ തുറന്ന് വിളിച്ചു പറയണം. ആ ബൈക്ക് ആക്സിഡന്റിൽ തെന്നി വീണപ്പോ നിന്റെ നടു തകരാതെ ഇന്ന് രാത്രിയും നിന്റെ ശരീരത്തെ ആരോഗ്യത്തോടെ സൂക്ഷിച്ച ദൈവത്തിന്റെ കരുതൽ തിരിച്ചറിയുന്ന ഒരു ദൈവപൈതൽ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവി രാത്രി പറയുന്നു, നീ സാധാരണക്കാരനല്ല, നീ കിളച്ചു വടമടിയിൽ അനുഭവിച്ച ദൈവപൈതലാണ്. ദൈവശക്തി വ്യാപരിക്കുന്ന ഈ രാത്രി, പരിശുദ്ധാത്മാവ് ചിലരെ തൊടുന്ന ഈ രാത്രി, ഇരുട്ടിന്റെ ശക്തികളെ അഴിച്ചു മാറ്റാൻ യേശുവിന്റെ കരം ബലത്തോടെ വ്യാപരിക്കുന്ന ഈ രാത്രി, ഈ കൺവെൻഷനിൽ വന്നിരിക്കുന്ന ചില വ്യക്തികളെ ചൂണ്ടി പരിശുദ്ധാത്മാവ് രാത്രി ദൂത് വിളിച്ചു പറയുന്നു, ചില അനർത്ഥങ്ങൾ വഴിമാറിയത് നിന്റെ കഴിവ് കൊണ്ടല്ല, നിനക്ക് കിളച്ചു വളമിടാൻ ഒരുത്തൻ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി, ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഒരു സാധാരണ തലത്തിലല്ല ഇന്ന് രാത്രി നീ യോഗത്തിനകത്ത് ഇരിക്കുന്നത്. നിന്റെ ശരീരത്തിനെതിരെ കനത്ത പോരാട്ടങ്ങളുണ്ട്. സംഹാരകൻ നിനക്ക് നേരെ കയറി വരുന്നു. കോട്ട കാത്തുകൊള്ളുക, വഴി സൂക്ഷിച്ചു നോക്കുക, നിന്നെ തന്നെ നല്ലവണ്ണം ശക്തീകരിക്കുക. പരിശുദ്ധാത്മാവ് രാത്രി പറയുന്നു, ആയുസിന്റെ ദിവസങ്ങൾക്കെതിരെ മരണദൂതന്റെ പിടി മുറുകുന്നതിന് മുൻപ്, ആ കിളച്ചു വളമിടുന്ന ദിവസങ്ങൾ അവസാനിക്കുന്നതിന് മുൻപ് ഒരിക്കൽ കൂടെ ഈ യോഗത്തിനകത്ത് ചില വ്യക്തികൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് ദൈവത്തിന് ആത്മാവ് ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിൽ കിളച്ചു വളമിടിയിൽ അവസാനിക്കുന്നതിന് മുൻപ്, കടയ്ക്കൽ കോടാലി വീഴുന്നതിന് മുൻപ്, അതെ അങ്ങനെ തന്നെ ദൈവാത്മാവ് പറയുന്നു, കടയ്ക്കൽ കോടാലി വീഴുന്നതിന് മുൻപ് ഇന്ന് രാത്രി മാനസാന്തരപ്പെടാൻ ദൈവാത്മാവ് ക്ഷണിക്കുകയാണ്. അധിക നാളുകൾ മുൻപോട്ടില്ല, ആയുസിന്റെ ദിനങ്ങൾ അവസാനിക്കും മുൻപ് ദൈവപുത്രന്റെ കരം നിനക്കായി വാദിക്കുന്നു. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കിയ അടുത്ത സമയത്തൊന്നും ഇവിടുന്നെങ്ങും പോകുകയാണെന്നാണ് മട്ടിലായിരിപ്പ്. സ്തോത്രം. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ പോയാലും മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ പോയാലും ഞാൻ മാത്രം ചിരഞ്ജീവിയായിട്ട് ഇവിടെ കാണും എന്നല്ലേ നമ്മുടെ മനസ്സ് പറയുന്നത്. സ്തോത്രം. എന്താ ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതം? ഏറ്റവും വലിയ അത്ഭുതം വനവാസകാലത്ത് യുധിഷ്ഠിരൻ സഹോദരങ്ങളെ വെള്ളത്തിന് പറഞ്ഞു വിട്ട രംഗം ഓർക്കുന്നുണ്ടോ? ജലാശയത്തിന്റെ അടുക്കലെത്തി വെള്ളം കോരി കവിളിനോട് ചേർത്ത് വെക്കുമ്പോൾ ഒരു അശരീരി ശബ്ദം, ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം തന്നിട്ടേ കുടിക്കാവൂ. ആദ്യമായി മുഴങ്ങിയ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാഞ്ഞത് കൊണ്ട് മരിച്ചു വീണു. ഒന്നിനു പുറകെ ഒന്നായി മരിച്ചു വീണു.
അവസാനം പറഞ്ഞു വിട്ടയാൾ തന്നെ എത്തി. കുടിക്കാൻ വെള്ളം കയ്യിലെടുത്തപ്പോൾ അശരീരി ശബ്ദം മുഴങ്ങിയെന്നാണ് ആ ചിന്ത. വളരെ താത്വികമാണ് ആ ചിന്ത. ചോദ്യം 1, ലോകത്തിലേക്കും ഏറ്റവും വലിയ അത്ഭുതമേത്? ഉത്തരം, ഇടത്തും വലത്തുമുള്ളവർ മരിച്ചു വീഴുന്നു, ഞാൻ മാത്രം മരണമില്ലാത്തവനായി തുടരും എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ അബദ്ധം. ജനനമെന്ന 3 അക്ഷരത്തിൽ തുടങ്ങി, ജീവിതമെന്ന 3 അക്ഷരത്തിൽ തുടർന്ന്, മരണമെന്ന 3 അക്ഷരത്തിലൂടെ നിത്യത എന്ന 3 അക്ഷരത്തിലേക്ക്, സ്വർഗമെന്ന 3 അക്ഷരത്തിലോ നരകമെന്ന 3 അക്ഷരത്തിലോ എത്തിച്ചേരാൻ യാത്ര ചെയ്യുന്ന എൻ്റെ സഹോദര, മരണം നിന്റെ കൺമുൻപിൽ അടുക്കുന്നതിന് മുൻപ് ഈ രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, മാനസാന്തരപ്പെടാൻ ദൈവം അനുകൂലമായ ഒരു അവസരം തന്നിരിക്കുകയാണ്. അവിടുന്ന് കിളച്ചു വളമിടുകയാണ്. എന്നാൽ ഫലം കായ്ക്കാതെ നിൽക്കുന്ന ഈ അത്തിക്ക് നേരെ വിധി ഉയരാൻ തുടങ്ങുന്നു. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, പരിശുദ്ധാത്മാവ് പ്രത്യേക ഇടപെടുന്നു. അനർത്ഥം കൺമുൻപിൽ എത്തുന്നതിന് മുൻപ് അനുതപിച്ച് കവിൾത്തടങ്ങൾ നനയുന്ന രാത്രിയായി രാത്രി തീരണം. എൻ്റെ ഒരു ബന്ധു, ഞാനൊരിടത്ത് ശവമടക്കിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എനിക്ക് മൊബൈലിൽ ഒരു മെസ്സേജ് അയച്ച മെസ്സേജാണിത്. പാസ്റ്റർ രാജു, പ്രസംഗം ഞാൻ ആദ്യം മുതൽ അവസാനം വരെ കേട്ടു. താങ്കളെ ഓർത്ത് ഞങ്ങൾ അഭിമാനിക്കുന്നു. പക്ഷേ സുഗമമായ ആശയവിനിമയം ചെയ്തയാൾ, എൻ്റെ വാത്സല്യ സഹോദരൻ, അടുത്ത ശവമടക്കിന് അദ്ദേഹത്തിന്റെ ഡെഡ് ബോഡിക്ക് മുൻപിലായിരിക്കും ഞാൻ നിൽക്കാൻ തുടങ്ങുന്നെന്ന് ഞാൻ വിചാരിച്ചില്ല. രാവിലെ ഭാര്യയുമായി ഒരുമിച്ച് പൂരി വറുത്ത് പാത്രത്തിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുമ്പോ നെഞ്ചിനൊരു അസ്വസ്ഥത. പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒരുപറ്റം കാർഡിയാക് ഡോക്ടേഴ്സിന്റെ മധ്യത്തിൽ വേഗം കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ അറ്റാക്ക് ആവർത്തിച്ചു. അവിടുന്ന് മോർച്ചറിയിലേക്ക്, അവിടുന്ന് സെമിറ്ററിയിലേക്ക്. ഞാൻ ഈ യാത്ര ചോദിക്കട്ടെ, കോവിഡ് കാലം കഴിഞ്ഞതിന് ശേഷം ചെറുപ്പക്കാരുടെ നടുവിൽ മരണം ഉയരുന്നു എന്നൊക്കെ വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ ഈ ദൂത് മാനസാന്തരപ്പെടാൻ ദൈവം അനുവദിച്ച കരുണയുടെ സമയമാണ് എന്ന് തിരിച്ചറിയാൻ ഒരു കണ്ണെങ്കിലും തുറന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങൾക്ക് പുറകിൽ ഒരു വിവാഹ ശുശ്രൂഷയിൽ കണ്ണൂരിൽ പങ്കെടുത്തു. ശുശ്രൂഷ കഴിഞ്ഞ് എൻ്റെ ഒരു സഹോദരനുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ ഭാര്യയുമായി ഇടപെട്ടു. പിറ്റേ ദിവസം എൻ്റെ ചെവിയിൽ വന്ന വാർത്ത, ആ ആരോഗ്യവതിയായ സഹോദരി ലോകത്തോട് ഇവിടെ പറഞ്ഞു. ഞാൻ ഭർത്താവിനെ വിളിച്ചു. ആ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, രാത്രി ഒരു വീട്ടിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ആരോഗ്യത്തോടെ ഞാനും എൻ്റെ ഭാര്യയും കൂടെ വീട്ടിലോട്ട് കയറി വന്നു മോനെ. അവസാനം ഭക്ഷണം ഒരുക്കിക്കൊണ്ട് സഹോദരിയുടെ മകളുമായി സംസാരിക്കുമ്പോ ഒരു ചെറിയ അസ്വസ്ഥത തോന്നി കട്ടിലേക്കൊന്നിരുന്നു. ഞാൻ വിവരം കേട്ട് ഓടി മുറിക്കകത്തോട്ട് ചെന്നപ്പോ എൻ്റെ കൈക്ക് പിടിച്ചുകൊണ്ട് പറഞ്ഞു, പപ്പ ഞാൻ പോവുക. വാരി വണ്ടിക്കകത്തിട്ട് ഓക്സിജൻ ഓക്സിജൻ എന്ന് പറഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഞാൻ ഓടിക്കയറുമ്പോ 4 ഡോക്ടേഴ്സ് ഒരുപോലെ അടുത്ത് നിന്ന് ശുശ്രൂഷിച്ചു. അപ്പോഴേക്ക് പോയി കേട്ടോ. ഞാൻ ഇന്ന് രാത്രി ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എപ്പോഴാണ് കോടാലി വീഴുക അറിയില്ല. എന്നാൽ ഈ രാത്രി ദൈവം ആരോഗ്യത്തോടെ തന്നത് അനുതപിക്കാനാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തിയിട്ട് പറയാമോ, മാനസാന്തരത്തിന് എൻ്റെ ദൈവം എനിക്ക് അനുവദിച്ചിരിക്കുന്ന സമയമാണ്. ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കലൊരു കർത്തൃദാസന്റെ സ്കൂളിൽ പഠിക്കുന്ന മകൾ കർത്തൃദാസനോട് പറഞ്ഞു, പാസ്റ്ററെ, പപ്പ എനിക്ക് ഒരു ട്രാക്റ്റ് വേണം. നടന്ന സംഭവമാണ്. പപ്പ എനിക്കൊരു ട്രാക്റ്റ് വേണം. ആ ട്രാക്റ്റ് മരണാനന്തര ജീവിതത്തിന്റെ ട്രാക്റ്റ് വേണം. ഈ കൊച്ചു കുഞ്ഞിങ്ങനെ പറഞ്ഞപ്പോ കളിയെന്ന് വിചാരിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ കേട്ട പ്രസംഗത്തിന്റെ ഭാഗമെന്ന് വിചാരിച്ച് ഈ ദൈവദാസൻ പുസ്തകക്കെട്ടിനിടയിൽ ഈ പാസ്റ്ററുടെ മകൾക്ക് ഒരു ട്രാക്റ്റ് എടുത്തു കൊടുത്തു. ഈ ട്രാക്റ്റുമായിട്ട് ആ കുഞ്ഞ് സ്കൂളിൽ പോയി. അന്ന് വൈകിട്ട് ഒരു ഒലിപ്പതോടെ കടന്ന് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതിന് അപ്പുറത്താണ് മെയിൻ റോഡ്. അന്ന് വൈകിട്ട് ആ കുഞ്ഞ് സ്കൂൾ ബസ്സിൽ തിരിച്ചു വന്ന് അവിടെ ഇറങ്ങിയപ്പോൾ ഈ കുഞ്ഞിനൊരു ചിന്ത, പകൽ ആർക്കും കൊടുക്കാൻ പറ്റിയില്ല ട്രാക്റ്റ്. ബാഗ് എടുത്ത് അതിനകത്തൊന്ന് ട്രാക്റ്റ് കയ്യിലെടുത്തു. ഈ ഒലിപ്പതോട് കവർ ചെയ്യുന്ന സമയം
ആർക്കെങ്കിലും ഒന്ന് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ തൊട്ട് താഴെ ആറ്റിലോട്ട് ഇറങ്ങുന്ന പോർഷന്റെ ഭാഗത്ത് ഒരു പശുവിനെ കുളിപ്പിച്ചുകൊണ്ടൊരു ചേട്ടൻ, ഒരു അക്രൈസ്തവ സഹോദരൻ നിൽക്കുന്നു. ഓടിക്കൊണ്ട് ഈ കുഞ്ഞ് നിഷ്കളങ്കമായ ചിരിയോടെ, ചേട്ടാ ഇത് വായിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഈ ട്രാക്ട് അങ്ങോട്ട് കൊടുത്തു. മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള ട്രാക്ട്. അതിങ്ങോട്ട് വാങ്ങിച്ച് തലക്കെട്ട് യേശുവെന്നോ മറ്റോ നോക്കിയിട്ട് ചുരുട്ടിക്കൂട്ടി വെള്ളത്തിലോട്ട് എറിഞ്ഞിട്ട് തിരിച്ചൊരു ചോദ്യം, നിന്റെ അപ്പനെ പോലെ നീ മതപരിവർത്തനത്തിന് ഇറങ്ങിയിരിക്കുകയല്ലേ? ആ കുഞ്ഞ് ചിരിച്ചുകൊണ്ട് പോകുന്നു. പക്ഷേ പശുവിനെ കുളിപ്പിക്കുന്ന കാര്യമോ ഒന്നും പറയാനല്ല ഞാൻ വന്നത്. അന്ന് വൈകിട്ട് അദ്ദേഹം തിരിച്ച് വീട്ടിൽ ചെന്നില്ല. രാത്രി 7 മണി കഴിഞ്ഞ് നാട്ടുകാർ ഇറങ്ങി അന്വേഷിച്ചപ്പോൾ തൊട്ടു താഴത്തെ ആറ്റുകടവിൽ ഒരു ഡെഡ് ബോഡി കവണ് കിടക്കുന്നു. ഫിക്സ് രോഗബാധിതനായ ഇദ്ദേഹം ചില മിനിറ്റുകൾക്ക് ശേഷം ഉണ്ടായ ഫിക്സ് രോഗത്താൽ പശുവിനെ കുളിപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കവണ് വീണ് ഈ ലോകത്തോട് വെള്ളത്തിൽ വെച്ച് വിട പറയുകയായിരുന്നു. എന്തിനാണ് ഇങ്ങനൊരു ചിന്ത ആ പിഞ്ചു കുഞ്ഞന്റെ മനസ്സിൽ വന്നത്? എന്തുകൊണ്ട് പകൽ ക്ലാസ്സിൽ ആർക്കും കൊടുക്കാതെ ഈ കവലയിൽ വന്നപ്പോൾ, ഈ കടവിൽ വന്നപ്പോൾ ആ കുഞ്ഞിനെ അത് ഓർപ്പിച്ചു? എന്തുകൊണ്ട് ആ സഹോദരന്റെ കയ്യിൽ ഇത് കൊണ്ട് കൊടുത്തു? എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം വ്യക്തികളെ തേടിയെത്തുകയാണ് ഈ കൺവെൻഷൻ ഗ്രൗണ്ടിലും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഈ രാത്രി വിളിച്ചു പറയണം, ഇതൊരു സാധാരണ യോഗമല്ല, ഇത് കിളച്ചു വളമിടുന്നത് ഓർപ്പിച്ചുകൊണ്ട് കോടാലി വരുന്ന മുന്നറിയിപ്പ് നൽകുന്ന രാത്രി യോഗമാണ്. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് ശബ്ദമുയർത്തി യേശുവേ എന്നൊന്ന് പറയാൻ ശബ്ദമുയർത്തുന്ന എത്ര പേരിവിടെയുണ്ട്? ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വാ തുറന്ന് പറയാൻ കഴിയുമോ? ഇടത്തും വലത്തും ഇരിക്കുന്നവരെ മുഴുവൻ മറക്കുക, മുൻപിലും പുറകിലും ഇരിക്കുന്നവരെ മുഴുവൻ മറക്കുക. ആത്മനിറവ് പ്രാപിച്ച ഒരുപറ്റം ദൈവമക്കൾ ഇന്ന് രാത്രി ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ എൻ്റെ സന്ദേശത്തിന് ഞാൻ അവസാന കുത്തിടും. എന്നാൽ പ്രാർത്ഥിക്കുന്ന ഒരുപറ്റം ദൈവമക്കളുടെ പ്രാർത്ഥന ഉയരണം. എൻ്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഈ കൺവെൻഷന്റെ പുറകിൽ ദൈവശക്തി വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആത്മസ്നാനം പ്രാപിച്ച ചില പ്രിയപ്പെട്ടവർ ഇരിക്കുന്ന ഇരിപ്പിന് ആത്മാവിൽ പോരാടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ് ഈ ഉച്ചഭാഷണിയുടെ ശബ്ദപരിധിക്കുള്ളിൽ ചില പ്രിയപ്പെട്ടവരുടെ മേൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങളെ അഴിച്ചു മാറ്റിയിട്ട് ചില വ്യക്തികളെ നിത്യതയ്ക്കായി ഒരുക്കാൻ വാദിച്ചു കൊണ്ടിരിക്കുന്ന രാത്രിയാണ്. എല്ലാ പ്രിയപ്പെട്ടവരും ഒരുപോലെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഞാൻ ഈ രാത്രി പറയട്ടെ, ഇരിക്കുന്നത് കസേരയിലാണെങ്കിലും നിങ്ങളുടെ നാവുകളിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഉയർന്നാൽ നിങ്ങൾ ദൈവസിംഹാസനത്തോട് സമ്പർക്കം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ നാവിൽ വ്യാപരിക്കുന്ന അഭിഷേകത്തിന്റെ അധികാരം ഒരു അസാധാരണ അധികാരമാണ്. ആത്മാവിൽ ആരാധിക്കുന്ന ദൈവമക്കൾ തിരിച്ചറിയണം, പ്രകൃതി ശക്തികളെ വെല്ലുവിളിക്കാനുള്ള അധികാരം, പൈശാചിക ശക്തികളെ കീഴടക്കാനുള്ള അധികാരം, ദൈവത്തിന്റെ ദൂതന്മാരുടെ ശുശ്രൂഷയെ അനുഭവിക്കാനുള്ള അധികാരം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗ്രൗണ്ടിൽ ബലത്തോടെ വ്യാപരിക്കണം. മനുഷ്യന്റെ കൈവച്ച് പ്രാർത്ഥിക്കാതെ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ മുടക്കി 2 സെന്ററുകൾ ഒരുമിച്ച് അനേക പ്രിയപ്പെട്ടവരുടെ പ്രാർത്ഥനയും അധ്വാനവും ചിലവഴിച്ച് ഈ സുവിശേഷ യോഗം വെച്ചത് ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കാൻ മാത്രമല്ല, ജീവന്റെ പുസ്തകത്താളിൽ ചില പ്രിയപ്പെട്ടവരുടെ പേരുകൾ എഴുതി ചേർക്കാൻ കൂടെയാണ് എന്ന് തിരിച്ചറിയുന്ന ദൈവമക്കൾ ഈ രാത്രി ഗ്രൗണ്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. പരിശുദ്ധാത്മാവ് ചില വ്യക്തികൾക്ക് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ആത്മനിയോഗത്തോടെ ഇടപെടുകയാണ്. എൻ്റെ സഹോദര, കടയ്ക്കൽ കോടാലി വരുന്നതിന് മുൻപ്, ദൈവത്തിന്റെ ന്യായവിധി ജീവന്റെ മേൽ പിടിമുറുക്കുന്നതിന് മുൻപ്, അടുത്ത വർഷത്തെ കൺവെൻഷൻ നടത്താൻ ഒരവസരം കിട്ടുമോ എന്നറിയാത്ത ഈ അസന്നിഗ്ധാവസ്ഥയിൽ യേശുവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികൾക്ക് നേരെ നീണ്ടുവരികയാണ്. പ്രാർത്ഥിക്കുക, ദൈവശക്തി വ്യാപരിക്കട്ടെ. ഈ രാത്രി നിന്റെ നിത്യത ഉറപ്പിക്കുന്ന രാത്രിയാകണം. ഞാൻ പറയട്ടെ, സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ എല്ലാവരും കരമൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞേ. ശബ്ദം ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താമോ? 1200 നാഴിക നീളവും 1200 നാഴിക വീതിയും 1200 നാഴിക ഉയരവുമുള്ള സമചതുര ഘനവടിവമായ കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി പാർക്കാൻ മണവാളൻ ഒരുക്കുന്ന കനക കൊട്ടാരം, ആ തങ്കക്കുട കെട്ടിടം, താമ്രമണി, പീതരത്നം, വജ്രം, ഗോമേതകം, നീലക്കല്ല്, മാണിക്യം, മരതകം, വൈഢൂര്യം, ഈ രത്നങ്ങളാൽ ഖചിതമായ ആ പുത്തനാം യെരൂശലേം ഉൾപ്പെടെയുള്ള സ്വർഗവാസ സ്ഥലം സങ്കല്പമല്ല. ഞാൻ ഇവിടെ തിരുനക്കര ഗ്രൗണ്ടിൽ നിൽക്കുന്നത് സത്യമാണെങ്കിൽ ഇതുപോലെ സത്യമാണ്. സ്വർഗമെന്ന് വിശ്വസിക്കുന്ന ഒരുപറ്റം ദൈവമക്കളാണ് ഈ ഗ്രൗണ്ടിൽ ഉള്ളതെങ്കിൽ ഞാൻ തിരിച്ചു പറയാം, അങ്ങനെയെങ്കിൽ നരകവും യാഥാർത്ഥ്യമാണ്. സ്നേഹസമ്പന്നനായ ദൈവം മനുഷ്യനെ നരകത്തിന് കൈവിടുമോ? ആധുനിക ചോദ്യമാണ്. എന്നാൽ പറയാം,
പോഷ്കു പറയാത്ത ഒരുവൻ ചരിത്രത്തിൽ ഉണ്ടെങ്കിൽ അത് മരണത്തെ ജയിച്ചുയർത്ത യേശുവാണ്. അവൻ വിളിച്ചു പറഞ്ഞു, നീതിമാന്മാർ നിത്യ സൗഭാഗ്യത്തിലേക്കും ദുഷ്ടന്മാർ അഗ്നി തടാകത്തിലേക്കും പോകും. സഹോദര, ശവക്കിടക്കയല്ല ഭയങ്കരം, അഗ്നിപ്പൊയ്കയാണ് ഭയങ്കരം. ഒരേ സമയം ദൈവം നീതിമാൻ, അതേ സമയം ദൈവം സ്നേഹം. ദൈവത്തിന്റെ സ്നേഹം നിന്നെ നരകത്തിൽ തള്ളാൻ അനുവദിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ നീതി നിന്നെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ സമ്മതിക്കില്ല. എന്നാൽ ദൈവത്തിന്റെ നീതിയും ദൈവത്തിന്റെ സ്നേഹവും ഒരുമിച്ച് സമ്മേളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കാൽവറിയുടെ ബലിയിടം. ഈ രാത്രിയെ കരമൊന്ന് ഉയർത്തിയിട്ട്, ക്രൂശിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തിയിട്ട്, യേശുവേ എന്ന് വാ തുറന്നൊന്ന് വിളിക്കാൻ ആ തരം ചലിക്കുമെങ്കിൽ ഈ രാത്രി നിന്റെ പാപബന്ധനത്തെ അഴിച്ചു മാറ്റി, നരകബന്ധനത്തെ മാറ്റി നിത്യതയ്ക്ക് അർഹനാക്കാൻ ആ കരം നിനക്ക് വേണ്ടി വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചേ, കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്താ സുവിശേഷത്തിന്റെ അന്തസത്യം എന്നറിയാമോ? തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്തെ രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവനായി, ആ ബാധ ചൂടം ചുടുനിറമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി, അർത്ഥനഗ്നനായി കാൽവറിയിൽ പിടഞ്ഞു മരിച്ച യേശുവിലേക്ക് ഈ ഗ്രൗണ്ടിലിരുന്ന് കണ്ണുകൾ ഉയർത്തിയിട്ട്, അതെന്റെ പാപമോചനത്തിനുള്ള ദൈവത്തിന്റെ പദ്ധതി എന്ന് വാ തുറന്ന് പറയാൻ നിന്റെ അധരം ചലിച്ചാൽ നിന്റെ നരകം മാറ്റി നിന്നെ നിത്യതയ്ക്ക് അർഹരാക്കാൻ ഉയരുന്നതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന ക്രൂശ്. ആഭ്യന്തര യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്കയിൽ ഒരു ജ്യേഷ്ഠനും അനുജനും യുദ്ധസേവനത്തിലായിരുന്നു. ആ യുദ്ധസേവനത്തിൽ അനുജൻ കുറ്റവാളിയായി മാറുകയും ജ്യേഷ്ഠൻ മൈൻ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ കൈ തെറിച്ച് ചോരയിൽ കുളിച്ച് മരണത്തോടടുക്കുകയും ചെയ്തു. രക്ഷപ്പെട്ട ജ്യേഷ്ഠൻ തിരിച്ച് സൈനിക ക്യാമ്പിൽ വന്ന് മറ്റൊരു ജോലി ഏറ്റെടുത്തു. അപ്പോഴേക്കും അനുജൻ കുറ്റവാളിയായി തൂക്കിലിടാൻ വേണ്ടി വിധിക്കപ്പെട്ടു. അവസാനം കോർട്ടിലെ ജഡ്ജ് ജ്യേഷ്ഠന്റെ അനുവാദം അവസാന വിധിക്ക് ചോദിക്കുന്ന ഒരു രംഗമുണ്ടായി. കരളലിയിക്കുന്ന, കണ്ണ് നനയിക്കുന്ന, ചങ്ക് തകർക്കുന്ന ഒരു രംഗമായിരുന്നു അത്. മരണത്തിലേക്ക് കൊണ്ടുപോകും മുൻപ് രക്തം ഈ രാജ്യത്തിന് വേണ്ടി ദാനം ചെയ്യത്തക്ക വിധം 2 കൈകളും അറ്റുപോയ ജ്യേഷ്ഠ സഹോദര, നിന്റെ അനുജന്റെ തെറ്റുകൾ വായിച്ചു കേട്ടു. നിനക്കെന്തു പറയാനുണ്ട്? അനുജൻ ജ്യേഷ്ഠൻ ചെയ്തത് കേൾക്കണോ? അദ്ദേഹത്തിന്റെ ഡ്രസ് അങ്ങൂരി, എന്നിട്ട് ചിതറിത്തെറിച്ചു പോയ 2 കൈകളുടെയും ബാക്കി ഭാഗം ഉയർത്തിപ്പിടിച്ചിട്ട് ജഡ്ജിന്റെ മുൻപിൽ വാവിട്ട് കരയാൻ തുടങ്ങി. ഇതിനിടയിൽ ഒരു വാചകം അവർ ഉദ്ധരിച്ചു, എന്റെ ഈ 2 കൈകൾക്ക് വേണ്ടി എന്റെ അനുജനെ ഓർക്കണമേ എന്ന്. ജഡ്ജി പറഞ്ഞു, നിന്റെ രക്തം കൊടുത്ത് നീ നിന്റെ അനുജനെ വീണ്ടെടുത്തിരിക്കുന്നു, അതുകൊണ്ട് ഈ കോടതി അവനെ വെറുതെ വിടുന്നു. ഇത് തന്നെയാണ് കാൽവറിയിൽ നടന്നത്. ഞാൻ അനുഭവിക്കേണ്ട മരണശിക്ഷ കാൽവറിയിലെ ബലിമരണത്തിലൂടെ നീങ്ങിപ്പോയി എന്ന ബോധ്യമുള്ള ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി കാൽവറിയിലേക്കൊന്ന് നോക്കിക്കേ. ഒരു നിമിഷം നിങ്ങളുടെ വാ തുറന്ന് യേശുവേ എന്നൊന്ന് വിളിക്കാമോ? ഞാൻ ഈ രാത്രി കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളെ ക്ഷണിക്കുകയല്ല, എന്നാൽ ഈ രാത്രി ഞാൻ വിശ്വസിക്കുന്നു ചില രോഗത്തിന്റെ കെട്ടുകളെ അഴിച്ചു മാറ്റാൻ ഈ ഗ്രൗണ്ടിൽ ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളുടെ ബന്ധനങ്ങളെ തകർക്കാൻ ഈ രാത്രി ദൈവശക്തി വ്യാപരിക്കുന്നുണ്ട്. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാവരും കർത്തൃസൽ ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ്. എല്ലാ സഹോദരങ്ങളും 2 കൈകളും അഭിമാനത്തോടെ രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ ആ 2 കൈകളും ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ശബ്ദം ഉയർത്തി വാ തുറന്ന് യേശുവേ എന്ന് വാ തുറന്നൊന്ന് വിളിക്കുന്ന രാത്രിയാകട്ടെ. ലജ്ജ വേണ്ട കേട്ടോ, ലജ്ജ വേണ്ട. ഞാൻ ഈ രാത്രി ധൈര്യത്തോടെ തിരുനക്കര മൈതാനത്തെ സ്റ്റേജിൽ നിന്ന് വിളിച്ചു പറയുന്നു, ഭൂമിയിലെ സകല ശരണമന്ത്രങ്ങളെക്കാൾ ശക്തി യേശു എന്ന നാമത്തിനുണ്ട്. ഇത് വിശ്വസിക്കുന്നവരാണ് കൃപ ലഭിച്ച ദൈവമക്കൾ. ഇന്ന് രാത്രിയെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എല്ലാ നാവിൽ നിന്ന് ഒരുപോലെ ശബ്ദമുയരട്ടെ. ശബ്ദമുയരട്ടെ.
രക്തത്താൽ ജയം. എൻ്റെ പിൻപിൽ പ്രാർത്ഥിക്കുന്ന ഒരു പറ്റം ദൈവമക്കളുണ്ട്. ഞാൻ ഇന്ന് രാത്രി കാണുന്നു തേജസ്സിന്റെ ഒരു കരം ഈ ഗ്രൗണ്ടിന് മീതെ ചില വ്യക്തികളുടെ കുടുംബ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന രാത്രിയാണ്. മുൻപോട്ട് പറന്നുയരാൻ ചിറകുകൾ ഉണ്ടെങ്കിലും പറക്കാൻ അനുവദിക്കാതെ നിന്റെ ജീവിതത്തെ ചങ്ങലകളാൽ ബന്ധിച്ചതുപോലെ വ്യാപരിക്കുന്ന ചില ഇരുളിന്റെ കെട്ടുകളെ ഈ ശുശ്രൂഷയ്ക്ക് നടുവിൽ ഇന്ന് രാത്രി സ്വർഗം അഴിച്ചു മാറ്റിയിട്ട് നിന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതത്തക്ക വിധം ആ ബലത്തിന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. യേശുവിന്റെ നാമത്തിൽ അത് രാത്രി സംഭവിക്കട്ടെ. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ഈ രാത്രിയെ കരങ്ങൾ ഉയർത്തി ആസ്വദിക്കാനല്ല, പ്രിയപ്പെട്ട ലോഡ്സൺ ആന്റണി പാസ്റ്ററോട് ചേർന്ന് നമ്മൾ എല്ലാവരും ശബ്ദമുയർത്തി ഈ നാട് നടുങ്ങത്തക്ക ശബ്ദത്തോടെ ആ കാൽവറിയിലെ സ്നേഹം ധ്യാനിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് പാടാൻ തുടങ്ങുകയാണ്. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് താൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ന്യായവിധിയുടെ കോടാലി ജീവന്റെ മേൽ ആഞ്ഞു വീശാൻ, ന്യായവിധിയുടെ കോടാലി ആയുസിന്റെ നേരെ ഉയർന്നു നിൽക്കുമ്പോൾ ഈ നിൽക്കുന്ന നിൽപ്പിലെ കരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത് പാടിക്കൊണ്ടിരിക്കുന്ന സമയം ക്രൂശിന്റെ ചുവട്ടിൽ അഭയം തേടിയാൽ ഈ രാത്രി വിടുതലിന്റെ രാത്രിയാണ്. നമുക്ക് ആ കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് പാടാം. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി, മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാലെ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാലെ പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു, പിരിയാ ബന്ധമാണിതു യുഗകാലം വരെയും. മഹൽ സ്നേഹം, മഹൽ സ്നേഹം, പരലോക പിതാവ് തൻ മകനെ മരിപ്പതിനായി കുരിശിൽ കൈവെടിഞ്ഞു. ദൈവാത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാത്രിയാണ്. ഇതൊരു സാധാരണ രാത്രിയല്ല. ഈ കൺവെൻഷനിൽ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുന്നു. കോടാലി വീഴുന്നതിന് മുൻപ് മാനസാന്തരത്തിന് ദൈവം അനുവദിച്ച കരുണയുടെ രാത്രിയാണ് ഈ രാത്രി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ഞാൻ പ്രിയപ്പെട്ടവരെ ക്ഷണിക്കുകയാണ്. നിങ്ങൾക്കറിയാം, യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ കൊണ്ടുപോയ കുരിശ് ബറബാസിന് വേണ്ടി ഒരുക്കിയ കുരിശായിരുന്നു. മരണം കഴിഞ്ഞ് ബറബാസിനെ തടവിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഓടി ഗോൽഗോഥയിലേക്ക്. അവിടെ എത്തിയപ്പോൾ മരണം കഴിഞ്ഞു. ആ ക്രൂശിന്റെ ചുവട്ടിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് ബറബാസ് അലറി പറഞ്ഞു എന്ന് ചരിത്രം പറയുന്നൊരു വാക്കുണ്ട്. ഞാനാണ് മരണയോഗ്യൻ,
എനിക്ക് പകരം നീ മരിച്ചു. ഇത് ഏറ്റെടുക്കാൻ ഒരാളുണ്ടെങ്കിൽ നിന്റെ വിടുതൽ ആരംഭിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. തേജസ്സിന്റെ കരം നിങ്ങളെ തൊടാനിറങ്ങുന്ന രാത്രിയായിരിക്കും.